Hi students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 ബോർഡ് എക്സാം റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സമയമില്ല, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ്. ഇവിടെ ചോദിക്കുന്നത് ഇതാണ്: എ പ്രപ്പോർഷണൽ ടു ഏരിയ ഓഫ് കോണ്ടാക്ട്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ ഓഫ് കോണ്ടാക്ട്, പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്, ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. ഇതൊരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മനസ്സിലായി limiting friction നിങ്ങൾക്കറിയാം. what is limiting friction? Limiting friction is equal to mu s n, where mu s is the coefficient of static friction and normal reaction. So limiting friction depends normal reaction. It does not depends area of contact, but normal reaction മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, area of contact ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. So it is independent of area of contact. Answer is D. Next one, question number 2, write any two fundamental forces in nature. One, gravitational force. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആൻഡ് 2 പറയൂ, 2 എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. 1 ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, 2 ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 3, the linear velocity v is related to angular velocity omega through a radius r of the circle is. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് വി? നമ്മൾ പഠിച്ചിട്ടുണ്ട് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ഇൻ വെക്ടർ ഫോം, വെക്ടർ വി ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. വി ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. വെക്ടർ ഫോമിലാണെങ്കിൽ വെക്ടർ വി ഈസ് ഈക്വൽ ടു വെക്ടർ ഒമേഗ ക്രോസ് ആർ. മാഗ്നിറ്റ്യൂഡ് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ഇതൊരു 1 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു 1.5 or 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളിത് പ്രൂവ് ചെയ്യേണ്ടി വരും ഈ പോസ്റ്റ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുക, എ ബോഡി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഓർ ബോഡി ഇൻ എ സർക്കുലർ പാത്ത് അറ്റ് എനി പോയിന്റ്, ബോഡി അറ്റ് എ, ബോഡി എ എന്നുള്ള പോയിന്റിലാണ് ഉള്ളത്. ആഫ്റ്റർ ടി സെക്കൻഡ് ബോഡി മൂവ് ഫ്രം എ ടു ബി. ബോഡി എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്തു ആഫ്റ്റർ ടി സെക്കൻഡ് ഓർ ഡെൽറ്റ ടി സെക്കൻഡ് ബോഡി മൂവ് ഫ്രം എ ടു ബി. അപ്പോൾ ട്രേസ് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. റേഡിയസ് ഈസ് ആർ. Then what is theta? നമുക്ക് theta is equal to arc by radius. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് theta is equal to arc by radius. ഞാൻ രണ്ട് സൈഡിലും ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡിങ് ബൈ ടി ഇൻ ബോത്ത് സൈഡ്. ദെൻ theta by t is equal to delta ab by t into r. രണ്ട് സൈഡിലും ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും. theta by t is equal to omega. AB is the distance, and distance by time is equal to velocity. That is equal to v by r. Distance by time is equal to velocity v by r. Then v is equal to r omega. അപ്പോൾ ഇതൊരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യുക? ബോഡി മൂവ് ഫ്രം എ ടു ബി അലോങ് എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് ആർ. ബോഡി മൂവ് ഫ്രം എ ടു ബി അലോങ് എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് ആർ. Then here theta is equal to arc by radius dividing by t in both side. Then theta by t is equal to ab by ടി ഇൻറ്റു ആർ. ഇവിടെയും ടി കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെയും ടി കൊണ്ട് ഡിവൈഡ് ചെയ്തു. തീറ്റ ബൈ ടി നിങ്ങൾക്കറിയാം. തീറ്റ ബൈ ടി is equal to ഒമേഗ, ആംഗുലർ വെലോസിറ്റി. എ ബി is the distance. Distance by time is velocity. ഇവിടെ ബി ബൈ ആർ. ദെൻ വി is equal to ആർ ഒമേഗ. പ്രൂവ് ചെയ്തു. 1 മാർക്ക് ജസ്റ്റ് കൊടുത്താൽ മതി. റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ഒമേഗ is equal to v is equal to ആർ ഒമേഗ. ഇൻ വെക്ടർ ഫോം, വെക്ടർ വി is equal to വെക്ടർ ഒമേഗ ക്രോസ് ആർ. വെക്ടർ ഒമേഗ ക്രോസ് ആർ. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ജസ്റ്റ് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. ഹീറ്റ്, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഡെൽറ്റ ക്യൂ, ഡെൽറ്റ യു ഇന്റേണൽ എനർജി, ആൻഡ് ഡബ്ല്യു ഇസ് ദ വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം. സോ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 5, വാട്ട് ഈസ് ദ അനലോഗ് ഓഫ് മാസ് ഇൻ റൊട്ടേഷണൽ മോഷൻ? റൊട്ടേഷൻ മോഷൻ, ഇൻ ലീനിയർ മോഷൻ, ഇൻ ട്രാൻസ്ലേഷൻ മോഷൻ and rotational motion. Linear motion, mass m, rotational motion, moment of inertia I, m I. And linear motion, translation motion, velocity v, angular velocity omega. Acceleration a, angular acceleration alpha. Force f, torque tau. Linear momentum p, angular momentum l. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ഈസ് ദ അനലോഗ് ഓഫ് മാസ് ഇൻ റൊട്ടേഷണൽ മോഷൻ? ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ.
Okay. Next one. Two vectors A and B are given below. Redraw the figure and shows the vector sum using parallelogram law method. അപ്പോൾ ഇത് വെക്ടർ ഒരു ക്വസ്റ്റ്യൻ ആണ്, ട്രയാങ്കിൾ ലോ ഓർ പാരലോഗ്രാം ലോ. ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഷുവറായിട്ട് അത് ഡിറൈവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ പാരലോഗ്രാം ലോയിലൂടെ നമുക്ക് ഇതിൻ്റെ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ദിസ് ഈസ് വെക്ടർ എ ആൻഡ് ദിസ് ഈസ് വെക്ടർ ബി. അപ്പോൾ വെക്ടർ എക്ക് ഈക്വലൻ്റ് ആയ ഒരു ഈക്വൽ വെക്ടർ ഞാൻ ഇവിടെ ഡ്രോ ചെയ്യും. ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ദിസ് ഈസ് വെക്ടർ എ ആൻഡ് ദിസ് ഈസ് വെക്ടർ ബി. Vector A and vector B. Angle between vector A and B is theta. അപ്പോൾ ഒരു വെക്ടർ ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, മറ്റൊരു വെക്ടർ ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടന്റ് ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യപ്പെടും. ശരിയല്ലേ? ദിസ് ഈസ് ദ റിസൾട്ടന്റ് ഓഫ് വെക്ടർ ആർ. വെക്ടർ ആർ. ഓക്കെ, ഞാനിതിനെ റീഡ്രോ ചെയ്തു. വെക്ടർ എ ഇതിന് പാരലായ വെക്ടർ എ ഇവിടെ ഡ്രോ ചെയ്തു. വെക്ടർ ബി സെയിം ഇംഗ്ലീഷ് വെക്ടർ ബി. അപ്പോൾ ഷുവറായിട്ടും ഈ ആംഗിൾ തീറ്റയായിരിക്കും. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ, അതായത് ബിയുടെ ഇൻക്ലിനേഷൻ, ബിയുടെ ചെരിവ് തീറ്റയാണെങ്കിൽ ഷുവറായിട്ടും ഇവിടെയും ബിയുടെ ചെരിവ് തീറ്റയായിരിക്കണം. ഓക്കെ, ദെൻ ആർ ബി ദ റിസൾട്ടന്റ്. അപ്പോൾ ഒരു സമയത്ത് ഒരാൾ ഇങ്ങോട്ട് വെക്ടർ എയിലും വെക്ടർ ബിയിലും ആക്ട് ചെയ്താൽ ആ ബോഡി ഇതിൻ്റെ റിസൾട്ടന്റ് ഈ ഡയറക്ഷൻ ആക്ട് ചെയ്യുക, ദാറ്റ് ഈസ് വെക്ടർ ആർ. ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഇവിടെ കണ്ടെത്തണം. ഒരു ഡെറിവേഷൻ ചോദിക്കും, 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്, ഷുവറായിട്ട് ആർ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ നമ്മൾ പിന്നീട് ഈ ട്രയാങ്കിളിൽ മാത്രമേ കൺസിഡർ ചെയ്യും. ഇങ്ങനൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഈ ട്രയാങ്കിളിൽ ഈ സൈഡ് എ ആണ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എ ആണ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആർ ആണ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഞാനിവിടെ ഒ, ഈ പോയിന്റ് നിങ്ങളിവിടെ പി കൊടുത്തിട്ടുണ്ട്, ഈ പോയിന്റ് ഇവിടെ ക്യൂ കൊടുത്തിട്ടുണ്ട്, ഈ പോയിന്റ് ഞാൻ എസ് എന്ന് കൊടുക്കുന്നു. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഒ എ ഈസ് ഈക്വൽ ടു എ magnitude of vector OP is equal to A and magnitude of vector OQ is equal to B. OQ എന്നുള്ള വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ബി ആണ്, OP എന്നുള്ള വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എ ആണ്. അതായത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എയും ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ബി ആണ്, എ ബി. റിസൾട്ടന്റ് ആർ മാഗ്നിറ്റ്യൂഡ് ഓഫ് OS വെക്ടർ OS ഈസ് ഈക്വൽ ടു ആർ. 3 പോയിന്റ്സ് ആദ്യം നോട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പാരലോഗ്രാം ലോ ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി, എയും ബിയും തമ്മിൽ ആംഗിളാണ് തീറ്റ. ഇതാണ് റിസൾട്ടന്റ് ആർ. ഇത് വെക്ടർ ബി ആണ്, ഷുവറായിട്ട് ഇത് വെക്ടർ ബി ആണ്. ഇത് വെക്ടർ എ ആണ്, ഷുവറായിട്ട് ഇത് വെക്ടർ എ ആണ്. ബിയുടെ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഷുവറായിട്ട് ഇവിടെയും ബിയുടെ ഇൻക്ലിനേഷൻ ആംഗിൾ തീറ്റയാണ്. ഇനി ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആർ എന്നുള്ള വെക്ടർ നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആർ എന്നുള്ള വെക്ടർ ഈ പോയിന്റാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്രയാങ്കിൾ വരുമ്പോൾ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പ്രൂവ് ചെയ്യാൻ കാര്യങ്ങൾ എളുപ്പമാണ്. നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ് യൂസ് ചെയ്യുക, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് ഈ ആർ കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതായത് ഈ ആർ ഞാൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിന് എക്സ്റ്റൻഷൻ കൊടുത്ത് ഇതിന് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാക്കി മാറ്റും. ഓക്കെ, ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാക്കി ഞാൻ മാറ്റും. അപ്പോൾ ഇതൊരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നു, ഇതിനെ ഞാൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കി മാറ്റി. ഓക്കെ, ഇനി ഞാൻ കണ്ടെത്തേണ്ടത്, എനിക്ക് ഇതുവരെ സൈഡ് അറിയാം. ഇതുവരെ സൈഡ് എത്രയാണ്? എ ആണ്. ഇതുവരെ സൈഡ് ബി ആണ്. എനിക്ക് കണ്ടെത്തേണ്ടത് ഈ ആർ ആണ്. പി ആർ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇതാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ ഡിസ്റ്റൻസ് അറിയൂ, ഈ ഡിസ്റ്റൻസ് എനിക്ക് അറിയില്ല. ഇതുവരെ ഡിസ്റ്റൻസ് അറിയാം, ഇതറിയില്ല. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ അതിൻ്റെ ഹൈപ്പോട്ടനസ് എക്സ് ആണെങ്കിൽ, ഇത് എക്സ് ആണ് ഞാൻ വിചാരിക്കും, എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ദിസ് ഈസ് ഓപ്പോസിറ്റ്. ഈ സൈഡ് എക്സ് സൈൻ തീറ്റ ആയിരിക്കും, ഈ സൈഡ് എക്സ് കോസ് തീറ്റ ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ട്രിഗണോമെട്രിയിൽ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എക്സ് സൈൻ തീറ്റ, ഹൈപ്പോട്ടനസിൻ്റെ എക്സ് സൈൻ തീറ്റ ആയിരിക്കും, ഇവിടെ ഹൈപ്പോട്ടനസിൻ്റെ കോസ് ആയിരിക്കും. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഷുവറായിട്ട് ഈ സൈഡ് എക്സ് സൈൻ തീറ്റയും ഈ സൈഡ് എക്സ് കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ ഇത് ബി ആണെങ്കിൽ ഷുവറായിട്ടും ഈ സൈഡ് ബി ആണെങ്കിൽ ഇത് ബി സൈൻ തീറ്റ ആയിരിക്കും, ഈ സൈഡ് ബി കോസ് തീറ്റ ആയിരിക്കും. ദിസ് സൈഡ് ഈസ് ബി സൈൻ തീറ്റ ആൻഡ് ദിസ് ഈസ് ബി കോസ് തീറ്റ. ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. വെക്ടർ എ ആൻഡ് വെക്ടർ ബി, ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഈസ് തീറ്റ. ഓക്കെ, ഈസ് തീറ്റ.
ഇനി ഞാനിവിടെ ഒരു പാരലോഗ്രാം ഡ്രോ ചെയ്യും. ഈ വെക്ടർ എക്ക് ഈക്വലൻ്റ് ആയിട്ട് ഇവിടെ വെക്ടർ ഞാൻ കൊടുക്കുന്നു, ഒരു ഈക്വൽ വെക്ടർ, സെയിം ഡയറക്ഷൻ സെയിം മാഗ്നിറ്റ്യൂഡ്, ഇതേ മാഗ്നിറ്റ്യൂഡ് ഇവിടെ ഡ്രോ ചെയ്തു. ഇനി ബിൻ്റെ അതേ ഇൻക്ലിനേഷനിൽ ഞാൻ ഇവിടെ മറ്റൊരു വെക്ടർ ഡ്രോ ചെയ്യുന്നു, വെക്ടർ ബി. അപ്പോൾ ബിയുടെ ആംഗിൾ തീറ്റയാണെങ്കിൽ ഷുവറായിട്ടും ഈ ആംഗിളും തീറ്റ ആയിരിക്കണം, കാരണം ഒരേ ഇംഗ്ലീഷ് ആയിരിക്കണം. അപ്പോൾ വെക്ടർ എ ഇങ്ങോട്ടും വെക്ടർ ബി ഇങ്ങോട്ടും ആക്ട് ചെയ്യുമ്പോൾ, ഒരു ബോഡിയിൽ ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡി ഇങ്ങോട്ട്, ആ ബോഡിൻ്റെ റിസൾട്ടൻ്റ് ഈ ഡാഷിൽ ആക്ട് ചെയ്യും. ഒരാൾ ഇങ്ങോട്ടും വലിച്ചാൽ ബോഡി ഇങ്ങോട്ടാണ് പോവുക. ഇതാണ് അതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ ആ. ഓക്കെ, അപ്പോൾ നമ്മളൊരു പാരലോഗ്രാം ഡ്രോ ചെയ്തു. ഇതാണ് റിസൾട്ടൻ്റ്, ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒ പി ഈസ് ഈക്വൽ ടു എ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒ ക്യു ഈസ് ഈക്വൽ ടു ബി. ഒയുടെ മാഗ്നിറ്റ്യൂഡ് എയും ഒ ക്യൂവിൻ്റെ മാഗ്നിറ്റ്യൂഡ് ബിയുമാണ്. ഞാൻ ഡ്രോ ചെയ്തു. ഇനി എനിക്ക് കണ്ടെത്തേണ്ടത് ഈ റിസൾട്ടൻ്റ് ആണ്, ഇതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ റിസൾട്ടൻ്റ് കണ്ടെത്താൻ വേണ്ടി ആ റിസൾട്ടൻറ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഡ്രോ ചെയ്യും. അപ്പോൾ ആ റിസൾട്ടിനെ കണക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ ഡ്രോ ചെയ്യുന്നു. ഇതാണ് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഞാനിവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഡ്രോ ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മൾ ആർ, അതിനെ കണക്ട് ചെയ്ത് റൈറ്റ് ആംഗിൾ ഡ്രോ ചെയ്തു. ഈ പോയിന്റ് ഞാൻ എസ് എന്ന് എഴുതുന്നു, ഇത് ഞാൻ എൻ എന്ന് കൊടുക്കും. അപ്പോൾ എനിക്ക് ഇതുവരെ ഡിസ്റ്റൻസ് അറിയാം, പക്ഷേ ബാക്കിയുള്ള ഡിസ്റ്റൻസ് എനിക്കറിയില്ല. അതുപോലെ ഈ ഡിസ്റ്റൻസ് എനിക്കറിയില്ല, പക്ഷേ ഈ സൈഡ് അറിയാം. ദിസ് സൈഡ് ഈസ് ബി, ഇത് ബി ആണ്, ഇത് ആംഗിൾ തീറ്റയാണ് ഷുവറായിട്ടും. ഈ സൈഡ് ബി സൈൻ തീറ്റ ആയിരിക്കും, ഈ സൈഡ് ബി കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ബി സൈൻ തീറ്റയാണ്, ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ബി കോസ് തീറ്റയാണ്. അപ്പോൾ എനിക്ക് ഈ പോയിന്റ് കിട്ടി, ദിസ് ഈസ് ബി സൈൻ തീറ്റ ആൻഡ് ദിസ് ഈസ് ബി കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എനിക്ക് ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിസൾട്ടൻറ്റ് ആർ ഈസ് ഈക്വൽ ടു, ഇതാണ് ഈ വലുതാണ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ വലിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ആർ ഈസ് ഈക്വൽ ടു പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു, റൂട്ട് ഓഫ് ഈ സൈഡ് എത്രയാണ്, എ പ്ലസ് ബി കോസ് തീറ്റ, എ പ്ലസ് ബി കോസ് തീറ്റ. കറക്റ്റ് ആണല്ലോ, ഈ സൈഡ് എത്രയാണ്, എ പ്ലസ് ബി കോസ് തീറ്റ. ദിസ് സൈഡ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി കോസ് തീറ്റ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് എ പ്ലസ് ബി കോസ് തീറ്റ ഓൾ സ്ക്വയർ പ്ലസ് അടുത്ത സൈഡ് എത്രയാണ്, ബി സൈൻ തീറ്റ ഓൾ സ്ക്വയർ. അപ്പോൾ പാരലോഗ്രാം ലോ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കണ്ടെത്തേണ്ട റിസൾട്ടൻ്റ് ആണ്. അതിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു നോർമൽ ഡ്രോ ചെയ്യും. അങ്ങനെ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ കിട്ടും. അപ്പോൾ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഇതുവരെ നമ്മൾക്കറിയാം എ ആണ്. ഈ സൈഡ് എത്രയാണ് നിങ്ങൾ എഴുതണം, ഈ സൈഡ് ബി കോസ് തീറ്റ ആണ്. ദിസ് സൈഡ് ഈസ് ബി കോസ് തീറ്റ ആൻഡ് ദിസ് സൈഡ് ഈസ് ബി സൈൻ തീറ്റ. അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എ പ്ലസ് ബി കോസ് തീറ്റ ആണ്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ബി സൈൻ തീറ്റ ആണ്. ഇത് എ പ്ലസ് ബി കോസ് തീറ്റ ആണ്, ഇത് ബി സൈൻ തീറ്റ ആണ്. സോ റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇതിനെ എക്സ്പാൻഡ് ചെയ്യും. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ്, എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab cos theta 2ab cos theta plus b cos theta square, b cos theta square plus b sin theta square. That is r is equal to root of a square plus 2ab cos theta plus b square cos square theta plus b square sin square theta. In square ചെയ്യുമ്പോൾ b square cos square theta, ഇവിടെ square ചെയ്യുമ്പോൾ b square sin square theta. Then r is equal to root of a square plus 2ab cos theta plus b square into cos square theta plus sin square theta. ഇതിൽ നിന്ന് ഞാൻ ബി സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇവിടെ ബി സ്ക്വയർ ഉണ്ട്, ഇവിടെ ബി സ്ക്വയർ ഉണ്ട്, പുറത്തെടുത്തു. ബി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. വാട്ട് ഈസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ is equal to 1. Therefore, resultant r is equal to root of a square plus 2ab cos theta plus b square into 1. b square into 1 is b square. Therefore, r is equal to root of a square plus b square plus 2ab cos theta.
ഞാൻ ആദ്യം ബി സ്ക്വയർ എഴുതിയുള്ളൂ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് നമ്മൾ പാരലോഗ്രാം ലോ വഴി പ്രൂവ് ചെയ്തു. അപ്പം ഞാൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഇതിന് പാരലായിട്ട് ഇവിടെ വെക്ടർ ബി കൊടുക്കുന്നു, ഇതിന് പാരലായിട്ട് ഇവിടെ വെക്ടർ എ കൊടുക്കുന്നു. പിന്നെ ആർ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കണ്ടെത്താൻ കാര്യങ്ങൾ എളുപ്പമാണ്. അതുകൊണ്ട് ആറിനെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഡ്രോ ചെയ്തു. പക്ഷേ നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയില്ല, ഇത് ബി കോസ് തീറ്റയാണ്, ഈ ഡിസ്റ്റൻസ് ബി സൈൻ തീറ്റയാണ്. ഇത് ബി ആണെങ്കിൽ ഓപ്പോസിറ്റ് എപ്പോഴും ബി സൈൻ തീറ്റയാണ്, ഇത് ബി കോസ് തീറ്റയാണ്. അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എ പ്ലസ് ബി കോസ് തീറ്റയാണ്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ബി സൈൻ തീറ്റയാണ്. അപ്പോൾ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. ആർ ഈസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ഈ ഡിസ്റ്റൻസ് ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. ഇവിടെ എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് അടുത്ത ടേം ബി കോസ് തീറ്റ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ സ്ക്വയർ. സോ ആർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇതിൽ കോമൺ ആയിട്ട് ബി സ്ക്വയർ ഉണ്ട്. എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. വാട്ട് ഈസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ? Cos square theta plus sin square theta is equal to 1. Therefore, resultant is equal to a square plus 2ab cos theta plus b square. That is, resultant is equal to root of a square plus b square plus 2ab cos theta. ഇതാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിസൾട്ടൻ്റ് നമ്മൾ കണ്ടെത്തി. പിന്നീട് കണ്ടെത്തേണ്ടത് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ദി റിസൾട്ടൻ്റ് ആണ്. ഈ റിസൾട്ടൻ്റ് എത്ര ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ട് പോകുന്നതാണ്. ഇതാണ് റിസൾട്ടൻ്റിൻ്റെ ആംഗിൾ. എത്ര ചെരിഞ്ഞിട്ടാണ് റിസൾട്ടൻ്റ് പോവുക നമ്മൾ കണ്ടെത്തണം. അപ്പോൾ റിസൾട്ടൻ്റ് ആംഗിൾ ഞാൻ ആൽഫയായിട്ട് പറയുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ട്രയാംഗിളിൽ ഞാൻ ഇവിടെ എഴുതി വാട്ട് ഈസ് ടാൻ ആൽഫ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു, വലിയ ട്രയാംഗിൾ ഓർമ്മിക്കണം, ടാൻ തീറ്റ ഇസ് ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് നമുക്ക് ഓർമ്മയുണ്ട് ബി സൈൻ തീറ്റയാണ്. അഡ്ജസൻറ്റ് സൈഡ് നമുക്കറിയാം എ പ്ലസ് ബി കോസ് തീറ്റയാണ്. സോ ഡയറക്ഷൻ കണ്ടെത്തി ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. അപ്പോൾ എപ്പോഴും ഇത് ഓർമ്മയുണ്ടാവണം, ഈ സൈഡ് ബി സൈൻ തീറ്റയാണ്, ഈ സൈഡ് എ പ്ലസ് ബി കോസ് തീറ്റയാണ്. സോ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇതാണ് ഈ പാരലോഗ്രാം ലെവലിലൂടെ നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും റിസൾട്ടൻറ്റും കണ്ടെത്തി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഞാൻ അഡീഷണൽ ട്രയാംഗിൾ ലോ പറയാം. വാട്ട് ഈസ് ട്രയാംഗിൾ ലോ? ടു വെക്ടേഴ്സ്, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. Two vectors, vector A and vector B are taken in same order. രണ്ട് വെക്ടറുകൾ സെയിം ഓർഡറിലാണ്. Then resultant is the third side of the triangle taken in opposite order. ഇതാണ് അതിൻ്റെ റിസൾട്ടന്റ്. ഇവിടെ നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെയാണ് അപ്ലൈ ചെയ്യുക. ഇതാണ് വെക്ടർ എ, ഇതാണ് ബിയുടെ ആംഗിൾ എത്രയാ? തീറ്റ. ബിയുടെ ചെരിവ് തീറ്റയാണ്. സെയിം സ്റ്റെപ്പ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ഇത് വെക്ടർ എ എടുക്കും, ഇത് വെക്ടർ ബി എടുക്കുമ്പോൾ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ ഇവിടെ ഡ്രോ ചെയ്യും. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ ഡ്രോ ചെയ്യും. അപ്പോൾ ഷുവറായിട്ടും ഇത് തീറ്റയാണെങ്കിൽ ഈ സൈഡ് ബി സൈൻ തീറ്റയാണ്, ഈ സൈഡ് ബി കോസ് തീറ്റയാണ്. നേരത്തെ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. പാരലോഗ്രാം ലോയും ട്രയാംഗിൾ ലോയും മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തുന്ന സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഇതിൽ ടേക്കൺ ഇൻ സെയിം ഓർഡർ ആയിരിക്കും. ട്രയാംഗിൾ ലോയിൽ അതിൻ്റെ റിസൾട്ടൻ്റെ തേർഡ് സൈഡാണ്. പാരലോഗ്രാമിൽ ഡ്രോൺ ഫ്രം എ പോയിന്റ് ആണ്, അതിൻ്റെ റിസൾട്ടൻ്റെ ഡയഗണലാണ്. ഓക്കെ, ഇവിടെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഡ്രോ ചെയ്തു. ഇത് എ ആണ്, ഈ സൈഡ് എ ആണ്, ഇത് ബി ആണെങ്കിൽ ഈ സൈഡ് ബി കോസ് തീറ്റയാണ്, ഈ സൈഡ് ബി സൈൻ തീറ്റയാണ്. വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്തു, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. ദെൻ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ സൈഡ് എത്രയാണ്? എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ സ്ക്വയർ. എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ആണ് റിസൾട്ടന്റ്. ദെൻ വീണ്ടും എക്സ്പാൻഡ് ചെയ്തു. റൂട്ട് ഓഫ് ആർ ഇസ് ഈക്വൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി കോസ് തീറ്റ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ സ്ക്വയർ. കറക്റ്റ് ആണല്ലോ? എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി കോസ് തീറ്റ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ സ്ക്വയർ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് a square plus 2ab cos theta plus b square
cos square theta plus b square sin square theta. b square sin square theta. ഇവിടെ കോമൺ ആയിട്ട് ബി സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും മാറ്റ് ചെയ്ത് റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 2ab cos theta പ്ലസ് ഇത് പുറത്ത് ബി സ്ക്വയർ പുറത്തെടുത്തു ബി സ്ക്വയർ ഇൻറ്റു cos square theta പ്ലസ് sin square theta. That is resultant is equal to root of a square plus 2ab cos theta plus b square. Cos square theta plus sin square theta is equal to what? So resultant is equal to root of a square plus b square plus 2ab cos theta. അപ്പോൾ പാരലോഗ്രാമിലായാലും ട്രയാങ്കിളിലായാലും റിസൾട്ടൻ്റ് പ്രൂവ് ചെയ്യേണ്ട സെയിം സ്റ്റെപ്പ് തന്നെയാണ്. റിസൾട്ടൻ്റ് കണ്ടെത്തണം. അപ്പോൾ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈ സൈഡ് ബി സൈൻ തീറ്റ ആയിരിക്കും, ഈ സൈഡ് ബി കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സൈഡ് എ പ്ലസ് ബി കോസ് തീറ്റയാവും, ഇത് ബി സൈൻ തീറ്റയാവും. ഓക്കെ, അങ്ങനെ നമ്മൾ റിസൾട്ടൻ്റ് കണ്ടെത്തി റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റേറ്റ്സ് ഹുക്സ് ലോ. ഇത് ഇതിലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിലാണ്. ഹുക്സ് ലോ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. Stress is directly proportional to strain. Therefore, within elastic limit, stress is directly proportional to strain. Hooke's law, stress is directly proportional to strain. Therefore, stress by strain is equal to a constant. That is called modulus of elasticity. ഇതാണ് ഹൂക്സ് ലോ. Within elastic limit, stress is directly proportional to strain. So stress by strain is equal to a constant, that is called modulus of elasticity. Question number 8. Draw the diagram of heat engine. ഒരു ഹീറ്റ് എഞ്ചിൻ്റെ ഡയഗ്രാം നമുക്ക് ഇവിടെ ഡ്രോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹീറ്റ് എഞ്ചിൻ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഒരു ഹോട്ട് റിസർവോയർ ഡ്രോ ചെയ്യാം. On the heat Q, ഒരു ഹീറ്റ് എഞ്ചിൻ വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇവിടെ ഒരു കോൾഡ് റിസർവോയർ. ഇതാണ് ഡ്രോ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കണം. ഹോട്ട് റിസർവോയർ എന്നും ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർവ് ചെയ്യും ആര്? വർക്കിംഗ് സബ്സ്റ്റൻസ്, ഹീറ്റ് എഞ്ചിൻ. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് സപ്ലൈഡ്. ഇവിടെ ഹീറ്റ് എന്ത് ചെയ്യും? ഇവിടെ ഹീറ്റ് റിജക്റ്റഡ്. Q2. This is the diagram of heat engine. Important ആണ്. ഹോട്ട് റിസർവോയർ Q1, ഹീറ്റ് സപ്ലൈഡ് വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക്, ഇവിടുന്ന് റിജക്ട് ചെയ്തു Q2. ഇത് ഇസ് എ ഹോൾഡ് റിസർവോയർ. ടെമ്പറേച്ചർ T1 ആൻഡ് ടെമ്പറേച്ചർ T2. നെക്സ്റ്റ് വൺ, പ്രൂവ് വർക്ക് എനർജി തിയറം. ഇപ്പോൾ സാറിന് വർക്ക് എനർജി തിയറം നമ്മൾ വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്യാൻ ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് വർക്ക് എനർജി തിയറം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി KE2 minus KE1. വർക്ക് എനർജി തിയറം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു KE2 minus KE1. ഇത് or work done is equal to delta KE, change in kinetic energy. Work done is equal to delta KE. അപ്പോൾ നമ്മൾക്ക് ഇത് പ്രൂവ് ചെയ്യണം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു FS, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു MA ഇൻറ്റു S. ഇനി നമ്മളിവിടെ പറയും എ ബോഡി മൂവിങ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി U and uniformly accelerated. After displacement S, its velocity become V. A body of mass M moving with velocity U and uniformly accelerated. After displacement S, its velocity become V. Whereas displacement cover ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി V ആയി മാറി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വർക്ക് ഡൺ. അപ്പോൾ ഇത് ഡിസ്പ്ലേസ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ബോഡി ആക്സിലേറ്റ് ചെയ്തു. ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദി ബോഡി F, then it moving with velocity U, and after displacement its velocity become V.
then work done is equal to Fs, that is equal to MAS. F is equal to MA. ഇനി ഞാൻ ആക്സേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്യും V square is equal to U square plus 2AS. So V square minus U square is equal to 2AS. So A is equal to V square minus U square by 2S. V square minus U square by 2S. So work done is equal to M into V square minus U square by 2S into S. അപ്പം ഞാൻ എ മാറ്റി എ ഇതാണ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2S. എസ് കട്ട് ചെയ്ത് പോയി. ദെൻ ഡബ്ല്യു is equal to ഇവിടെ 2 ഉണ്ട്, അപ്പോൾ ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഈ 2 ഞാൻ 1/2 ആയിട്ട് എടുത്തു. 1/2 ഹാഫ് എം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ദാറ്റ് ഈസ് ഡബ്ല്യു is equal to ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. ഹാഫ് എം പുറത്തെടുത്തു, ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. Therefore, ഞാൻ ഇവിടെ എഴുതുന്നു work done is equal to final kinetic energy minus initial kinetic energy. Half mv square final kinetic energy and half mv square is initial kinetic energy. So work done is equal to change in kinetic energy. Work done is equal to ke2 minus ke1. ഒന്നുകൂടെ പറയുന്നു, ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് എഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഇപ്പോൾ യു വെലോസിറ്റി മൂവ് ചെയ്യുന്ന ഒരു ബോഡിയിൽ ഞാൻ എഫ് ഫോഴ്സ് ആക്ട് ചെയ്തപ്പോൾ അത് ആക്സിലേറ്റ് ചെയ്തു. എസ് ഡിസ്പ്ലേസ്മെന്റ് അതിൻ്റെ വെലോസിറ്റി വി ആയി മാറി. So V square is equal to U square plus 2S. അതിന് ആക്സേഷൻ കണ്ടെത്തുന്നു. ആക്സേഷൻ is equal to V square minus U square by 2S. Acceleration is equal to V square minus U square by 2S. So work done is equal to Fs. W is equal to MAS. So W is equal to M into A 3 V square minus U square by 2S into S. 2S into S. SS cut ചെയ്തു. W is equal to half M into V square minus U square. So that is equal to half mv square minus half mu square. That is equal to final kinetic energy minus initial kinetic energy. Question number 10. An insect trapped in a circular groove of radius 12 centimeter moves along the groove steadily and completes 7 revolutions in 100 seconds. What is the linear speed of the motion? ഇപ്പോൾ ഒരു ഇൻസെക്ട് എന്ത് ചെയ്യുന്നു? സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നു. And radius of the circular path is 12 centimeter and along the groove steadily and completes 7 revolutions in 100 seconds. 7 revolution in 100 seconds. Revolution per second അല്ലെ revolution per minute എന്ന് പറയുന്ന സാധനം നമുക്കറിയാം ആംഗുലാർ വെലോസിറ്റി ആണ്. അപ്പോൾ ഇവിടെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ is equal to theta by t. ഇറ്റ് കംപ്ലീറ്റ് 7 റവല്യൂഷൻ. റവല്യൂഷൻ എന്നൊരു വേർഡ് കണ്ടാൽ, റൊട്ടേഷൻ എന്നൊരു വേർഡ് കണ്ടാൽ, സൈക്കിൾ എന്നൊരു വേർഡ് കണ്ടാൽ ഇൻറ്റു 2π ആണ്. റെഡി. അപ്പം നമ്മൾ എന്താണ്? തീറ്റ ഇസ് ഈക്വൽ ടു 7 റവല്യൂഷൻ. ദാറ്റ് ഈസ് 7 ഇൻറ്റു 2π റേഡിയൻ. ഇവിടെ റവല്യൂഷനിൽ വേർഡ് കാണുന്നു, അവിടെ ഇൻറ്റു 2π കൊടുക്കും. സോ ഒമേഗ ഇസ് ഈക്വൽ ടു 7 ഇൻറ്റു 2π ബൈ ടൈം. ടൈം എത്രയാണ്? 100 seconds. So omega is equal to 7 into 2π by 100. That is 14 into 3.14 by 100. So omega is equal to 14 into 3.14 by 100 radian per second ആണ് ഒമേഗ. എന്താണ് ഒമേഗ? തീറ്റ ബൈ ടി. എത്ര റവല്യൂഷൻ? 7 റവല്യൂഷൻ. 7 2π. ഒരു റവല്യൂഷൻ 360 ഡിഗ്രി ആണ്. 7 revolution 7 into 2π. Time 100 seconds. So omega is equal to 14. 7 into 14 into 3.14 by 100 radian per second. ഇനി കണ്ടെത്തുന്ന ലീനിയർ വെലോസിറ്റി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. V is equal to R omega. So ലീനിയർ വെലോസിറ്റി V is equal to എത്രയാണ്? റേഡിയസ്. റേഡിയസ് is 12 centimeter. 12 into 10 raised to minus 2 into omega is 14 into 3.14 by 100. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. V is equal to 12 into 10 raised to minus 2 into 14 into 3.14 by 100. ഇതായിരിക്കും അതിൻ്റെ വെലോസിറ്റി. ഇതാണ് പോയിന്റ്. ഓക്കെ. Question number 11. The displacement in a simple harmonic motion can be represented by x of t is equal to a cos omega t plus phi, where a is called amplitude. What is amplitude?
maximum displacement is called amplitude. Maximum displacement is called amplitude. And omega is called angular speed. Omega is equal to, for one complete revolution, 2 pi by t. Omega is equal to angular speed, that is equal to 2 pi by t, and phi is the initial phase. So at extreme position, x of t is equal to a cos omega t plus phi, where a is the amplitude, amplitude is the maximum displacement, omega is the angular speed, and phi is the initial phase. Omega is equal to 2 pi by t. Question number 12 ലേക്ക് പോലെ the percentage of error in the measurement in velocity, mass, 2% and 4% respectively. What's the percentage of change in error in kinetic energy? What is kinetic energy? Kinetic energy is equal to half mv square. Then percentage of change in kinetic energy, delta ke by E is equal to m. Delta m by m plus 2 into delta v by v. Half mv square ആണ്. അപ്പോൾ നിങ്ങൾക്ക് percentage പറയുന്നത് v square വരുമ്പോൾ 2 into delta v by v. So percentage of delta ke by E is equal to delta m ന്റെ percentage ആണ് 2% plus 2 into delta v into v percentage ആണ് 4%. So that is equal to 2 plus 8, that is equal to 10%. Question number 13. Obtain the expression for time of flight. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബോഡി പ്രൊജക്റ്റഡ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എ ബോഡി പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. എ ബോഡി പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. ഒബ്റ്റൈൻ ദി എക്സ്പ്രഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ് ആയിരിക്കാൻ ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും, ഒരു 2 dimension മോഷൻ ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയാം. എ ബോഡി പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് initial velocity u, find the obtained expression for time of flight. അപ്പോൾ ഒരു ബോഡി ഹൊറിസോണ്ടലിൽ നിന്നും തീറ്റ ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യും. ഒരു പ്രൊജക്റ്റൈൽ മോഷനാണ് യു. ഷുവറായിട്ടും ഇതിങ്ങനെ ട്രാവൽ ചെയ്യും. ടു ഫൈൻഡ് ദി ടൈം ഓഫ് ഫ്ലൈറ്റ്. പിന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഷുവറായിട്ട് യു ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ അത് 2 കമ്പൗണ്ട് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. 2 കമ്പൗണ്ട് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. This is u cos theta and this is u sin theta. 2 കമ്പൗണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, u cos theta and u sin theta. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ടൈം കണ്ടെത്തുന്നത് ഈ പോയിന്റ് വരെയാണ്. ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു റീച്ച് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിലെത്തുന്ന ടൈമാണ് ഞാൻ കണ്ടെത്താൻ പോകുന്നത്. എന്താണ്? ടി ബി ദ ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു റീച്ച് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിലെത്തേണ്ട ടൈം കണ്ടെത്തുന്നു. ഇവിടെ വരെയില്ല, മാക്സിമം ഹൈറ്റ് വരെ കണ്ടെത്തുന്നതാണ്. അപ്പോൾ നമുക്കറിയാം മാക്സിമം ഹൈറ്റ് തരുന്നത് ആരാണ്? യു സൈൻ തീറ്റയാണ്. നമ്മളതിൽ ഒരു കമ്പൗണ്ട് മാത്രമേ എടുക്കൂ. നമ്മളിവിടെ എന്താണ് 1 dimension മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു 2 dimension മോഷനാണ്. 1 dimension ആണ് 2 dimension എന്ന് പറയുന്നത്. ശരിയാണല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുക ഒന്നുകിൽ യു സൈൻ തീറ്റ ആയിരിക്കും അല്ലെങ്കിൽ യു കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ എൻ്റെ പോയിന്റ് ഇതാണ്, ഇതുവരെ ടൈമാണ് കണ്ടുപിടിക്കുന്നത്. ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു റീച്ച് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് വരെ തരുന്ന ടൈം ടേക്കൺ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മാക്സിമം ഹൈറ്റ് തരുമോ ആരാധന മനസ്സിലായി? ഈ ഫിഗറിലൂടെ യു സൈൻ തീറ്റയാണ് മാക്സിമം ഹൈറ്റ് തരുമോ. അപ്പോൾ നമ്മൾ യു സൈൻ തീറ്റ മാത്രമേ മൈൻഡ് ചെയ്യൂ. അപ്പോൾ യു സൈൻ തീറ്റ ഇവിടെ എത്തുമ്പോൾ എന്താവും? യു സൈൻ തീറ്റയുടെ ഫൈനൽ വെലോസിറ്റി എന്താവും? 0. യു സൈൻ തീറ്റയുടെ ഫൈനൽ വെലോസിറ്റി 0. ശരിയാണല്ലോ. വെർട്ടിക്കൽ കമ്പോണന്റ് മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ 0. നിങ്ങൾക്കറിയാം ഇവിടെ എത്തുമ്പോൾ യു സൈൻ തീറ്റ 0 ആയി. വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ദി വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ് മനസ്സിലായി? ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു
യു സൈൻ തീറ്റ, അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്താണ്? 0. അതിൻ്റെ വെലോസിറ്റി ഞാൻ വി വൈ ആയിട്ട് പറയാം. അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. യു സൈൻ തീറ്റയുടെ ഫൈനൽ വെലോസിറ്റി ഇവിടെ എത്രയാണ്? 0 ആണ്. അത് ട്രാവൽ ചെയ്യുന്നത് മുകളിലോട്ടാണ്. സോ എ ഈസ് ഈക്വൽ ടു മൈനസ് ജി ആൻഡ് ടൈം ഈസ് ഈക്വൽ ടു ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു റീച്ച് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് തരുന്നത് ആരാണ്? യു സൈൻ തീറ്റയാണ്. ആ യു സൈൻ തീറ്റ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ എന്താവും? 0. അപ്പോൾ ഞാൻ യു സൈൻ തീറ്റ മാത്രമേ പരിഗണിക്കൂ. യു കോസ് തീറ്റ ഞാൻ മൈൻഡ് ചെയ്യില്ല, ഏതെങ്കിലും ഒരു ഡയമെൻഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ യു സൈൻ തീറ്റ ഇവിടെ എത്തുമ്പോൾ എന്താവും? 0 ആവും. അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആയി മാറും. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നു വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. സോ വി ഈസ് ഈക്വൽ ടു 0. 0 ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ മൈനസ് ജി ടി. യു സൈൻ തീറ്റ മൈനസ് ജി ടി. എ ഈസ് ഈക്വൽ ടു മൈനസ് ജി ടി. അപ്പോൾ മൈനസ് ജി ടി ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ജി ടി ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. സോ ടി ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ബൈ ജി. ടി ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ബൈ ജി. സോ ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു 2t. ഇവിടെയുള്ള ടൈം ടി ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ടൈമും ടി ആയിരിക്കും. സോ ടോട്ടൽ ടൈം ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2t. ടി നമുക്ക് യു സൈൻ തീറ്റ ബൈ ജി. Therefore total time is equal to 2u sin theta by g. So total time is equal to 2u sin theta by g. അപ്പോൾ ഞാനിവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടെത്തി 2u sin theta by g. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഞാൻ ഈ പോയിന്റിലെ ടൈമാണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ടൈം ഈസ് സ്മോൾ ടി. ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു റീച്ച് മാക്സിമം ഹൈറ്റ്. അപ്പോൾ മാക്സിമം ഹൈറ്റ് തരുന്ന ആരാണ്? യു സൈൻ തീറ്റയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റയാണ്. അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. ഇവിടെ എത്തുമ്പോൾ 0. മുകളിലോട്ടാണ് എ ഇസ് ഈക്വൽ ടു മൈനസ് ജി ടൈം ടി. അപ്ലൈ ചെയ്തു വി ഇസ് ഈക്വൽ യു പ്ലസ് എ ടി. 0 ഇസ് ഈക്വൽ യു സൈൻ തീറ്റ മൈനസ് ജി ടി. സോ ജി ടി ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ, ടി ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ബൈ ജി. Therefore total time is equal to 2u sin theta by g. That is 2t. That is equal to 2u sin theta by g. Total time is equal to 2u sin theta by g. Question number 14. State the law of conservation of linear momentum and prove it on the basis of second law of motion. What is second law? Second law, F is equal to dp by dt. Rate of change of momentum is F is equal to dp by dt. Okay. എന്താണ് conservation of momentum? Conservation means constant. Conservation of momentum means momentum remains constant. അപ്പോൾ എൻ്റെ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ എനിക്കൊരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്നിൽ ആക്ട് ചെയ്യപ്പെടാൻ പാടില്ല. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ അയാളുടെ മൊമെൻറ്റം മാറും. ഒരാളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളെ പിടിച്ച് തള്ളിയാൽ അയാൾ മൊമെൻറ്റം മാറും. അല്ലെങ്കിൽ അയാൾ സ്റ്റോപ്പിലാണെങ്കിൽ അയാൾ തള്ളിക്കഴിഞ്ഞാൽ അയാളുടെ മൊമെൻറ്റം വീണ്ടും അയാൾക്ക് മൊമെൻറ്റം ഉണ്ടാവും. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അയാളുടെ മൊമെൻറ്റം എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യപ്പെടും. അപ്പോൾ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ എന്ത് അപ്ലൈ ചെയ്യപ്പെടാൻ പാടില്ല? എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടാൻ പാടില്ല. ശരിയാണല്ലോ. അപ്പോൾ എന്താണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം? Conservation of momentum means momentum remains constant when no external force acts on it. Momentum remains constant when no external force acts on it. ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് വെൻ നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ്. ഇപ്പോൾ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ, അതായത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രൂവ് ചെയ്യണമെങ്കിൽ എഫ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു 0. സോ ഇഫ് എഫ് ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് 0 ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. then 0 is equal to dp by dt. നിങ്ങൾക്കറിയാം ഒരു ഡിഫറൻസിയേഷൻ 0 ആവണമെങ്കിൽ ഈ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതിനകത്തുള്ള വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇയാൾ കോൺസ്റ്റൻ്റ് ആവണം. therefore p is a constant. p is a constant. നമ്മൾ പ്രൂവ് ചെയ്തു p is a constant. അപ്പോൾ ഫോഴ്സ് 0 ആണെങ്കിൽ p കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഡിഫറൻസിയേഷൻ 0 ആണെങ്കിൽ അതിനകത്തുള്ള വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. p is a constant. ഇതാണ് കൺസർവേഷൻ മൊമെൻറ്റം. ഞാൻ ഒന്നുകൂടെ പറയുന്നു. According to second law, F is equal to dp by dt. എന്താണ് കൺസർവേഷൻ മൊമെൻറ്റം? മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് വെൻ നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ F is equal to 0 ആയിരിക്കണം. 0 is equal to dp by dt.
അപ്പോൾ ഡിഫറൻസിയേഷൻ 0 ആകുമ്പോൾ പി ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഫോഴ്സ് 0 ആണെങ്കിൽ ഷുവറായിട്ടും പി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു, കൺസർവേഷൻ മൊമെന്റം ഇവിടെ പ്രൂവ് ചെയ്തു. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15. At what height h will be the value of g be half of that of the surface of the earth? ഇത് ഗ്രാവിറ്റേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായിട്ടുണ്ടാവും. എച്ച് ഹൈറ്റ് പോകുമ്പോൾ ഗ്രാവിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓൺ ദി സർഫസ് ഓഫ് ദി ഹൈറ്റ്, സർഫസ് ഓഫ് ദി എർത്ത്, ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് r be the radius of the earth. On the surface of the earth നിങ്ങൾക്കറിയാം g is equal to gm by r square. നിങ്ങൾ ഗ്രാവിറ്റേഷൻ പഠിച്ചിട്ടുണ്ട്. ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് g is equal to gm by r square. ഇവിടുന്ന് ബോഡി മുകളിലോട്ട് പോവുകയോ അല്ലെങ്കിൽ മുകളിലാണെങ്കിലോ ഇവിടുന്ന് താഴേക്ക് വരികയോ അല്ലെങ്കിൽ സൈഡിലേക്ക് പോവുകയോ ചെയ്താൽ ഷുവറായിട്ടും ഗ്രാവിറ്റി കുറയും. അപ്പോൾ സർഫസിൽ നിന്ന് എങ്ങോട്ട്, സീ ലെവലിൽ നിന്ന് എങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പോൾ താഴോട്ട് പോകുമ്പോൾ ഗ്രാവിറ്റി ഷുവറായിട്ടും കുറയും. ഇവിടെ ചോദിക്കുന്നത് അറ്റ് വാട്ട് ഹൈറ്റ് എച്ച് വിൽ ബി ദ വാല്യൂ ഓഫ് ജി ബി ഹാഫ് ഓഫ് ദാറ്റ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. അപ്പോൾ ഒരു ഹൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഒരു ഹൈറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ അതിന് പോയിന്റ് പറയാം. ഈ ബോഡി എച്ച് ഹൈറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ ഗ്രാവിറ്റി ചേഞ്ച് ചെയ്യും. So at this point gravity g dash is equal to gm by r plus h all square. So central force, gravitational force is a central force. അപ്പോൾ നമ്മൾ സെൻറ്റർ ടു ബോഡിയാ നോക്കുക. അപ്പോൾ ഇവിടുന്ന് സെൻറ്ററിലേക്ക് ഡിസ്റ്റൻസ് r ആണ്. സോ g is equal to gm by r square ആണ്. ഇവിടെ എത്തുമ്പോൾ സെൻറ്റർ ടു ഈ പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് r plus h ആണ്. സെൻറ്റർ ടു നോക്കണം, സെൻറ്റർ ടു ദിസ് പോയിന്റ് is r plus h. So g dash is equal to gm by r plus h all square. On the surface of the earth h is g is equal to gm by r square. At a height h g dash is equal to gm by r plus h all square. So g dash by g നമ്മൾ കമ്പയർ ചെയ്യുന്നു, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. g dash by g is equal to gm by r plus h all square by gm by r square. g dash by g is equal to gm by r plus h all square by gm by r square. ശരിയാണല്ലോ. അപ്പോൾ ഓൾ ഡിവൈഡ് ബൈ ജി എം ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇതിനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ ജി ഡാഷ് ബൈ ജി is equal to ജി എം ബൈ ആർ പ്ലസ് എച്ച് ഓൾ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ ബൈ ജി എം. ജി എം ഇവിടെ കട്ട് ചെയ്ത് പോയി. ദെൻ ജി ഡാഷ് ബൈ ജി ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഓൾ സ്ക്വയർ. g dash by g is equal to r square by r plus h all square. ഞാൻ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇതിൽ ആർ സ്ക്വയർ എടുക്കുന്നു, ഇവിടെ ആർ സ്ക്വയർ പുറത്തെടുക്കുന്നു, ഈ ബ്രാക്കറ്റിനകത്ത് ആർ സ്ക്വയർ പുറത്തെടുക്കുന്നു. അപ്പോൾ ആർ സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ ഇവിടെ എത്ര വരും? 1 plus h by r ആവും. ഓക്കെ, ആറ് പുറത്തെടുക്കുമ്പോൾ ആറ് പുറത്തെടുത്താൽ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യും 1 plus h by r. സോ h by r all square. അപ്പോൾ ആർ സ്ക്വയർ കട്ട് ചെയ്ത് പോകും. ദെൻ g dash by g is equal to, ഞാനിവിടെ എഴുതാം, g dash by g is equal to 1 plus h by r all square. ഇതാണ് കറക്റ്റ് വാല്യൂ, 1 plus h by r all square. Therefore g dash is equal to g divided by 1 plus h by r all square. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഹൈറ്റ് ഓർ ആൾട്ടിറ്റ്യൂഡ്, ജി ഡാഷ് ഇസ് ഇക്വൽ ടു ജി ഇൻറ്റു 1 plus h by r all square. അപ്പം എന്താണെന്ന് പറയാം. ഓൺ ദി സർഫസ് ജി ഇസ് ഇക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആർ, സെൻറ്റർ ടു ബോഡി. ഇവിടെ എത്തുമ്പോൾ സെൻറ്റർ ടു ദാറ്റ് ബോഡി ഡിസ്റ്റൻസ് ഈസ് ഇക്വൽ ടു ജി എം ബൈ ആർ പ്ലസ് ദാറ്റ് പോയിന്റ് ജി എം ബൈ ആർ പ്ലസ് എച്ച് ഓൾ സ്ക്വയർ. സെൻറ്റർ ടു ദാറ്റ് ഡിസ്റ്റൻസ് ആർ പ്ലസ് എച്ച്. So g dash by g is equal to gm by r plus h all square divided by gm by r square. Therefore g dash by g is equal to ഇതിനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, r square by r plus h all square. ഇതിൽ നിന്ന് നമ്മൾ r പുറത്തെടുക്കുന്നു, r square 1 plus h by r all square.
So g dash by g is equal to 1 plus h by r all square. Therefore g dash is equal to g by 1 plus h by r all square. ഇതാണ് പോയിന്റ്. അപ്പോൾ ഇവിടെ ഒരു 5% വരെ ആണെങ്കിൽ, അതായത് നമുക്കറിയാം എർത്തിൻ്റെ റേഡിയസ് നിങ്ങൾക്കറിയാം, എർത്തിൻ്റെ റേഡിയസ് പറയുന്നത് 6400 കിലോമീറ്റർ ആണ്. 6400 കിലോമീറ്റർ ആണ്. 6400 കിലോമീറ്റർ, അതിന് 5% പറയുമ്പോൾ 320 കിലോമീറ്റർ ആവും. 320 കിലോമീറ്റർ, 320 65 5 by 100 sorry 3200, 6400 into 5 by 100, 100 കട്ട് ചെയ്തു, 320 കിലോമീറ്റർ. 320 കിലോമീറ്റർ വരെ വേരിയേഷൻ വളരെ കുറവായിരിക്കും. എബോവ് 320 ആണെങ്കിൽ, എബോവ് 5% അല്ലെങ്കിൽ എബോവ് 5% ആണ് നമ്മൾ എപ്പോഴും കറക്റ്റ് വാല്യൂ എടുക്കണം. ജി ഡാഷ് ജി ബൈ 1 plus h by r whole square ആണ്. If h much less than r ആണെങ്കിൽ, ഞാൻ പറഞ്ഞു 320 up to 320 കിലോമീറ്റർ വരെ, h less than much less than r means up to 320 കിലോമീറ്റർ, g dash is equal to g into 1 minus 2h by r. g dash is equal to g into 1 minus 2h by r. അപ്പോൾ രണ്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. എബോവ് 320 കിലോമീറ്റർ നല്ലൊരു വേരിയേഷൻ ജിക്ക് വരുന്നുണ്ടെങ്കിൽ, അല്ലെ എബോവ് 320 കിലോമീറ്റർ ആണെങ്കിൽ നമ്മളെപ്പോഴും ഈ ഇക്വേഷൻ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ജി ഡാഷ് is equal to g by 1 plus h by r whole square ആണ്. വേരിയേഷൻ വളരെ കുറവാണ്, ബിലോ 320 കിലോമീറ്റർ ഹൈറ്റിലാണ് ഉള്ളതെങ്കിൽ ജി ഡാഷ് ജി ഇൻറ്റു 1 മൈനസ് 2h by r ആണ്. ജി ഡാഷ് ഇത് ബൈനോമിയൽ തിയറം വഴി നമ്മൾ പ്രൂവ് ചെയ്യാം. ജി ഡാഷ് ജി ഇൻറ്റു 1 മൈനസ് 2h by r ആണ്. അപ്പോൾ ഇവിടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, ഓർമ്മയുണ്ടാവണം. ഒന്നെന്താണ് ജി ഡാഷ് ഇസിക്കൽ ജി ഇൻറ്റു 1 plus h by r ഹോൾ സ്ക്വയർ. എബോ 320 ആണെങ്കിൽ എപ്പോഴും 320 കിലോമീറ്ററിലോ അത് ജീൻ്റെ വേരിയേഷൻ വളരെ കൂടുതലാണ്. ഹാഫ് അല്ലെങ്കിൽ y4 നമ്മൾ ഷുവറായിട്ടും ഈ ഇക്വേഷൻ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ചെറിയൊരു വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ അപ് ടു 320 കിലോമീറ്ററിലാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുക ജി ഡാഷ് ഇസിക്കൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h by r ആണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മളെ മുന്നിലുണ്ട്. ഒന്ന് ജി ഡാഷ് ഇസിക്കൽ ടു g into 1 plus h by r all square. Above height is equal to 320 kilometer. മറ്റൊന്ന് g dash is equal to g into 1 minus 2h by r. Below 320 kilometer. അപ്പോൾ ജിക്ക് ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ജിക്ക് വലിയൊരു വേരിയേഷനോ അല്ലെങ്കിൽ ഹൈറ്റ് 320 കിലോമീറ്റർ മുകളിലോ പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുക ഈ ഇക്വേഷനാണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. അറ്റ് വാട്ട് ഹൈറ്റ് എച്ച് വിൽ ദ വാല്യൂ ഓഫ് ജി ബി ഹാഫ്? ജി ഹാഫായി മാറണം, പകുതിയായി മാറണം ജി. അപ്പം ജിക്ക് വലിയൊരു വേരിയേഷൻ ഉണ്ട്, പകുതിയായി മാറണം. പകുതി പറഞ്ഞാൽ വലിയൊരു വേരിയേഷനായി. ജി പകുതിയായിട്ട് മാറുമ്പോൾ നമ്മൾ, അതായത് ഒരു ബോഡി ഒരു ഹൈറ്റിലേക്ക് പോകുമ്പം ജി പകുതിയായി മാറുമ്പോൾ, ഹൈറ്റിലേക്ക് രണ്ട് ഇക്വേഷൻ നമ്മുടെ മുന്നിലുണ്ട്. ഒരു ഇക്വേഷൻ ജി ബൈ 1 plus h by r ഹോൾ സ്ക്വയർ ആണ്. മറ്റൊരു ഇക്വേഷൻ ജി ഡാഷ് ഇസിക്കൽ ജി ഇൻറ്റു 1 മൈനസ് 2h by r ആണ്. ഏത് സ്വീകരിക്കണമെന്നതിനാണ് പ്രശ്നം. നമുക്കറിയാം ഇവിടെ ജി ബൈ 2 ആണ്, ഗ്രാവിറ്റി ഹാഫായി മാറുന്നുണ്ട്, പക്ഷെ ഒരു വലിയൊരു വേരിയേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്, ജി ഡാഷ് ഇസിക്കൽ ടു ജി ഇൻറ്റു 1 plus h by r ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ അപ്ലൈ ചെയ്തു. ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ 1 plus h by r ഹോൾ സ്ക്വയർ. ജി ഡാഷ് എത്രയാണ്? ജി ബൈ 2 ഹാഫായി മാറുന്നു പറയുന്നുണ്ട്. സോ ജി ഡാഷ് ഈക്വൽ ടു ജി ബൈ 2. ജി ബൈ 2 ഈക്വൽ ടു ജി ഇൻറ്റു 1 plus h by r ഹോൾ സ്ക്വയർ. ജി കട്ട് ചെയ്ത് പോയി. സോ 1 by 2 ഈസ് ഈക്വൽ ടു 1 by 1 plus h by r ഹോൾ സ്ക്വയർ. അതുകൊണ്ട് മനസ്സിലായി 1 plus h by r ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 by 2. 1 plus h, sorry 2 equal to 2. ഞാൻ ഡിനോമിനേറ്റർ മാത്രം കൺസിഡർ ചെയ്തു. 1 plus h by r whole square is equal to 2. Therefore 1 plus h by r is equal to root 2. Okay. Therefore h by r is equal to root 2 minus 1. That is h by r is equal to root 2 1.41 minus 1. So h by r is equal to 0.41. Therefore height is equal to 0.41 into r.
റേഡിയസ് ഓഫ് എർത്ത് നമുക്കറിയാം h is equal to 0.41 into 6400 കിലോമീറ്റർ. നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കുക, ആൻസർ ഇതായിരിക്കും. ഹൈറ്റ് ഈസ് ഈക്വൽ ടു 0.41 into 6400 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ ഗ്രാവിറ്റിക്ക് g/4 അല്ലെ g/2 അല്ലെങ്കിൽ g/3 അങ്ങനെ വലിയൊരു വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അപ്ലൈ ഇക്വേഷൻ g dash equal to g/1 plus h/r all square ആയിരിക്കണം. ഇവിടെ g/2 ആയി, g/2 is equal to g into 1 plus h/r all square ആണ്. That is 1/2 is equal to 1 plus h/r all square. So denominator compare ചെയ്യുമ്പോൾ 2 is equal to h/r all square. Root ഒഴിവാക്കി 1 plus h/r is equal to root 2. So h/r is equal to root 2 minus 1. റൂട്ടിൻ്റെ വാല്യൂ നിങ്ങൾക്ക് 1.414 ആണ്, 1.41. So h/r is equal to 1.414 minus 1. So h/r is equal to 0.41. So h is equal to 0.41 into r. That is 0.41 into 6400 kilometer. Next one, briefly explain the working of hydraulic lift. Hydraulic lift principle എന്താണ്? Pascal's law is the principle of hydraulic lift. The working principle of hydraulic lift is Pascal's law. Working principle of the hydraulic lift is Pascal's law. അതൊരു പോയിന്റ് ആണ്, ഒരു മാർക്കാണ്. അപ്പോൾ നമ്മളൊരു ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇവിടെ ഡ്രോ ചെയ്യുന്നു. അതിൻ്റെ ഒരു സ്കെൽട്ടൻ നമ്മളിവിടെ ഡ്രോ ചെയ്യുന്നു. ഇതൊരു സിലിണ്ടർ ഓഫ് ഏരിയ സ്മോൾ. ഒരു സ്മോൾ പിസ്റ്റൺ എടുക്കുന്നു, ഇവിടെ ഒരു ലാർജർ പിസ്റ്റൺ എടുക്കുന്നു. ഇവിടെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു സ്മോളർ പിസ്റ്റണിൽ. ഇവിടെ നമ്മൾ ലോഡ് കൊടുക്കുന്നു, ലിഫ്റ്റിംഗ് ലോഡ് കൊടുക്കുന്നു. അപ്പോൾ ഒരു ലിഫ്റ്റിംഗ് ഫോഴ്സ് കിട്ടണം. ഈ പിസ്റ്റണിൻ്റെ ഏരിയ സ്മോൾ എ ആണ്, ഈ പിസ്റ്റണിൻ്റെ ഏരിയ ക്യാപിറ്റൽ എ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ലിക്വിഡ് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സ്മോളർ പിസ്റ്റൺ, അതിൻ്റെ ഏരിയ എ ആണ്, അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണ്. ഇതാണ് ലാർജർ പിസ്റ്റൺ, അവിടെയാണ് നമ്മളെ ലോഡ് ഉള്ളത്, അതിൽ കിട്ടുന്ന ഫോഴ്സ് ലിഫ്റ്റിംഗ് ഫോഴ്സ് എഫ് ആണ്. അപ്പോൾ നമുക്കറിയാം ലിക്വിഡ് ആണ് ഇവിടെ ഉള്ളത്. ലിക്വിഡിൽ എന്താണ്? പ്രഷർ എക്സേർട്സ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പോൾ ഈ പോയിന്റിലും ഈ പോയിന്റും, അപ്പോൾ ഈ പോയിന്റ് ഞാൻ 1 എന്ന് പറയുന്നു, ദിസ് പോയിന്റ് ഈസ് 1 ആൻഡ് ദിസ് പോയിന്റ് ഈസ് 2. 1ലും 2ലും ഒരേ ലെവലാണ്. അപ്പോൾ ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും ഈക്വൽ ആണ്. സോ അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ P1 is equal to P2. Pressure exerts equally in all direction. Pascal's law. Pressure exerts equally in all direction. ഇവിടെ പറഞ്ഞു P1 is equal to P2. ഇതാണ് പോയിന്റ്. ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ pressure exerts equally in all direction. Pressure exerts equally in all direction. That is P1 is equal to P2. അപ്പോൾ P1 നമുക്കറിയാം pressure is equal to force by area. അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് സ്മോൾ എഫ് ബൈ എ. ഫോഴ്സ് ബൈ എ ഈസ് ഈക്വൽ ടു ഇവിടെ ക്യാപിറ്റൽ എഫ് ബൈ എ. So F by A is equal to F by A. Okay. If A much less than A, ഇത് മനസ്സിലായി? ഇതിൻ്റെ ഏരിയ സ്മോൾ ആണ്, ഇതിൻ്റെ ഏരിയ ലാർജ് ആണ്. If A much less than A, then F much less than F. അപ്പോൾ കുറഞ്ഞ ഫോഴ്സിൽ ഇവിടെ കൂടുതൽ ഫോഴ്സ് കിട്ടും. ഇതാണ് പ്രിൻസിപ്പിൾ. ഇതാണ് ദിസ് ഇസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. A much less than F ആണെങ്കിൽ A ആണെങ്കിൽ F much less than F. Because F by A is equal to F by A. Okay. P1 is equal to P2. F by A is equal to F by A. If A much less than A, then F much less than F. This is the working principle of hydraulic lift. Okay. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.
ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ
നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് തിരിച്ചു വരാം. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 70. Using kinetic theory of gases, prove that average kinetic energy of a gas molecule is proportional to the absolute temperature of the kBT. And total number of molecules, Kb Boltzmann constant, is the absolute temperature. PV is equal to NKBT. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. PV is equal to NKBT. Equation number 1. Then what is pressure? P is equal to, average pressure is equal to 1/3 Nm V bar square. Sorry, 1/3 rho V bar square. PV is equal to NKBT. Then P is equal to 1/3 rho V bar square. Pressure of the molecule. P is equal to, average pressure is equal to 1/3 rho V bar square. Okay. Then by heart PV is equal to NKBT and pressure is equal to 1/3 rho V bar square. നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Then 1/3 rho V bar square. ഇത് വെലോസിറ്റി ആണ്, V bar square. Mean velocity V bar square into volume V. This is volume V is equal to NKBT. So what?
1/3 rho V bar square into V is equal to NKBT. What is mass? M is equal to rho V. നിങ്ങൾ പഠിച്ചു rho into V. Density into volume is equal to mass. So 1/3 M V bar square is equal to NKBT. 1/3 M V bar square is equal to NKBT. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് കൈനറ്റിക് എനർജിയാണ്, ആവറേജ് കൈനറ്റിക് എനർജി. ഇവിടെ എം വി ബാർ സ്ക്വയർ ഉണ്ട്, കൈനറ്റിക് എനർജി നമുക്കൊരു ഹാഫ് എം വി സ്ക്വയർ ആണ്. അതുകൊണ്ട് ഞാനിവിടെ മാറ്റി എഴുതുന്നു. ഇവിടെ 1/3 അവിടെ നിൽക്കട്ടെ. 1/3 ഇൻറ്റു 2 ഇൻറ്റു 1/2. 2 ഇൻറ്റു 1/2 നോ ചേഞ്ച്. 2 ഇൻറ്റു 1/2 1 തന്നെയാണ്. 2 ഇൻറ്റു 1/2 എം വി ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു NKBT. ഹാഫ് എം വി സ്ക്വയർ കൈനറ്റിക് എനർജി ആണെന്ന് മനസ്സിലായി. So 2/3 into kinetic energy is equal to NKBT. NKBT. KB is the Boltzmann constant. So kinetic energy is equal to 3/2 NKBT. Kinetic energy is equal to 3/2 NKBT. ഒന്നുകൂടെ പറയുന്നു, പി ബി is equal to NKBT. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പി ബി is equal to NKBT. KB is the Boltzmann constant, T is the absolute temperature. Then pressure is equal to 1/3 rho V bar square. V bar V velocity 1/3 rho V bar square. അപ്പോൾ ഞാനിവിടെ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1/3 rho V bar square into V. V വോളിയാണ്, ഇത് വെലോസിറ്റി ആണ്. is equal to NKBT. Density to volume is equal to mass. So 1/3 mv bar square is equal to NKBT. So 1/3 into ഞാൻ 2 into 1/2 is 1. 2 into 1/2 mv bar square is equal to NKBT. That is 2/3 kinetic energy is equal to NKBT. So kinetic energy is equal to 3/2 NKBT. Therefore, kinetic energy proportional to temperature. KE proportional to T. നമ്മൾ പ്രൂവ് ചെയ്തു average kinetic energy of a gas molecule is proportional to absolute temperature. Then KE proportional to T. Next one, the various forces acting on a car on a banked road are shown in figure. Name the forces are labeled N and F. The sum of the forces dash and dash provides the necessary centripetal force for the car. അപ്പോൾ ഇതൊരു തുടർച്ചയായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എപ്പോഴും. ബാങ്കിങ് ഓഫ് ദി റോഡ് വിത്ത് ഫ്രിക്ഷൻ ആൻഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ. അപ്പോൾ ഇവിടെ ഇതൊരു കർവ്ഡ് റോഡാണ്. ഇവിടെ ബാങ്കിങ് കൊടുക്കുന്നു. ഓക്കെ, വാട്ട് ഈസ് ബാങ്കിങ്? ടു റൈസ് ദി ഔട്ടർ എഡ്ജ് ഓഫ് ദി റോഡ് ഈസ് കോൾഡ് ബാങ്കിങ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 120 കിലോമീറ്ററിൽ വരുന്ന ഒരു കാറ് അതേ സ്പീഡിൽ ഇവിടുന്ന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ റോഡ് ബാങ്കിങ് ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നമ്മളൊരു സ്ലോ ആയി അവിടെ ഒരു ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്ത് സ്ലോ ആക്കേണ്ടി വരും. അപ്പോൾ അതേ സ്പീഡിൽ തന്നെ പോകണമെങ്കിൽ ഇതിൻ്റെ ഔട്ടർ എഡ്ജ് റൈസ് ചെയ്യണം. To rise the outer edge of the road is called banking. A theta angle rise ചെയ്തു, ബോഡി ഇവിടെയുണ്ട്, എ ബോഡി ഓഫ് മാസ് എം, ഒരു വെഹിക്കിൾ ഇവിടെയുണ്ട്, സപ്പോസ് എ കാർ ഓഫ് മാസ് എം. ഈ ബാങ്ക് റോഡിൽ കാർ ഉണ്ട്, കാർ എം തീറ്റ, ദെൻ ടു ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇസ് mg ആക്ടിങ് ഡൗൺ. മറ്റൊന്ന് നോർമൽ റിയാക്ഷൻ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ്. നോർമൽ റിയാക്ഷൻ എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. mg എപ്പോഴും എർത്തിന് പെർപെൻഡിക്കുലർ ആണ്. ഷുവറായിട്ടും ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണ്. ഇപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് വെഹിക്കിൾ ബെൻഡ് ചെയ്ത് പോകണമെങ്കിൽ അപ്പോൾ ആ റോഡും ടയറും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഫ്രിക്ഷൻ ഈ ഡയറക്ഷൻ ആക്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നു. അത് ഞാൻ FR എന്ന ലെറ്റർ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ മാറ്റി വരക്കാം.
mg perpendicular to the earth. Normal reaction perpendicular to the plane surface n. Friction F4. ഇനി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എർത്തിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എർത്തിൽ നിന്നും എത്രമാത്രം ഇൻക്ലൈൻഡ് ആവണം, അതാണ് ബാങ്കിങ്. എന്താണ് ടു റൈസ് ദി ഔട്ടർ എഡ്ജ് ഓഫ് ദി റോഡ്. എർത്തിൽ നിന്നും എത്രമാത്രം ഇൻക്ലൈൻഡ് ആയിട്ട് ആ റോഡിനെ ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കണം, ദാറ്റ് ഈസ് ബാങ്കിങ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എർത്തിനാണ്. എർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ എം ജി ഇൻക്ലൈൻഡ് ആണ്, സോറി എം ജി പെർപെൻഡിക്കുലർ ആണ്. എർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ എം ജി പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് എം ജിനെ റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. എർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ എൻ ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ എർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ എൻ ഇൻക്ലൈൻഡ് ആണ്. ആ എന്നിൻ്റെ ഇൻക്ലിനേഷൻ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. ഈ ആംഗിൾ തീറ്റയാണ്, ഷുവറായിട്ടും ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ എർത്തിനെ നമ്മൾ രണ്ട് കമ്പൗണ്ടായിട്ട് റിസോൾവ് ചെയ്യണം. എർത്തിനെ റിസോൾവ് ചെയ്യുന്നു. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇടുന്നു. ഇത് ഈ ഓർഡറിലാണ്. അപ്പോൾ ഇയാൾ ഇങ്ങോട്ടുണ്ടാവും, ഇയാൾ ഇങ്ങോട്ടുണ്ടാവും. ഇത് അഡ്ജസൻറ്റ് സൈഡാണ്. ദിസ് ഈസ് എൻ കോസ് തീറ്റ ആൻഡ് ദിസ് ഈസ് എൻ സൈൻ തീറ്റ. ഇപ്പോൾ എർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ എം ജി പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് എം ജിന് നമ്മൾ റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ടു റൈസ് ദി ഔട്ടർ എഡ്ജ് ഓഫ് ദി റോഡ് ഫ്രം ദി എർത്ത്. എർത്തിൽ നിന്ന് എത്രമാത്രം ഇൻക്ലൈൻഡ് ആക്കണം എന്നാണ് ബാങ്കിങ്. അതുകൊണ്ട് നമ്മൾ റെഫർ ചെയ്യുന്ന എർത്തിനെയാണ്. ഇപ്പോൾ എർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ എം ജി പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് എം ജി റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ എൻ ഇൻക്ലൈൻഡ് ആണ്, അതുകൊണ്ട് എന്നിനെ നമ്മൾ റിസോൾവ് ചെയ്തു. ഈ ആംഗിൾ തീറ്റാണ്, ഈ ആംഗിൾ തീറ്റ, ഇതാ എൻ കോസ് തീറ്റ ആൻഡ് എൻ സൈൻ തീറ്റ. അതുപോലെ എർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഫ്രിക്ഷനും ഇൻക്ലൈൻഡ് ആണ്. ഫ്രിക്ഷനും ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ഫ്രിക്ഷൻ രണ്ട് കമ്പൗണ്ട് ആയിട്ട് നമ്മൾ റിസോൾവ് ചെയ്യണം. ഞാൻ ഒന്നുകൂടെ മാറ്റി വരയ്ക്കുന്നു, സൈസ് കുറച്ചുകൂടെ വലുതാക്കാം. ഇവിടെ നോർമൽ റിയാക്ഷൻ, ഇവിടെ എം ജി ആംഗിൾ തീറ്റ ആൻഡ് ദിസ് ആംഗിൾ ഇസ് തീറ്റ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആരെയാണ്? എർത്തിനെയാണ്. എർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ എം ജി പെർപെൻഡിക്കുലർ ആണ്, പക്ഷേ നോർമൽ റിയാക്ഷൻ എർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻക്ലൈൻഡ് ആണ്, അതുകൊണ്ട് നമ്മൾ നോർമൽ റിയാക്ഷനെ റിസോൾവ് ചെയ്യുന്നു. നോർമൽ റിയാക്ഷൻ നമ്മൾ രണ്ട് കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നു. ഈ ആംഗിൾ തീറ്റയാണ്, ഷുവറായിട്ടും ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് സൈഡ് എൻ കോസ് തീറ്റ ആൻഡ് ദിസ് ഈസ് എൻ സൈൻ തീറ്റ. ടച്ച് ചെയ്യുന്ന ഭാഗം എൻ കോസ് തീറ്റ, ടച്ച് ചെയ്യുന്ന ഭാഗം എൻ സൈൻ തീറ്റ. ഇനി നമ്മളിവിടെ ഫ്രിക്ഷൻ ആണ്, ഫ്രിക്ഷൻ ഉണ്ട് റോഡിൽ. അപ്പോൾ ഫ്രിക്ഷൻ നമ്മൾ എന്താണ്, ഫ്രിക്ഷനും എർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻക്ലൈൻഡ് ആണ്, അതുകൊണ്ട് ഫ്രിക്ഷനെ നമ്മൾ രണ്ട് കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നു. ഫ്രിക്ഷനും റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇടുന്നു. ഇതാണ് ഫ്രിക്ഷൻ ഡയറക്ഷൻ. അപ്പോൾ ഇതും ഇങ്ങോട്ടായിരിക്കണം, ഇതും ഇങ്ങോട്ടായിരിക്കണം. ഇതാണ് അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഇതെന്താണ്, എഫ് ആർ കോസ് തീറ്റയാണ് ആൻഡ് ദിസ് ഈസ് എഫ് ആർ സൈൻ തീറ്റ. ഇതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. അപ്പോൾ ബാങ്കിങ് എന്ന് പറയുന്നത് ടു റൈസ് ദി ഔട്ടർ എഡ്ജ് ഓഫ് ദി റോഡ് ഫ്രം ദി എർത്ത്. ഇപ്പോൾ എർത്തിനെയാണ് നമ്മൾ റെഫറൻസ് ലൈനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ എർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ എം ജി പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് എം ജിയെ റിസോൾവ് ചെയ്യേണ്ട. എർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ എൻ ഇൻക്ലൈൻഡ് ആണ്, അതുകൊണ്ട് എന്നിനെ റൈറ്റ് ആംഗിൾ ഇട്ടു, റിസോൾവ് ചെയ്തു. ഈ ആംഗിൾ തീറ്റ ഷുവറായിട്ട് ഈ ആംഗിൾ തീറ്റ. അപ്പോൾ ഇത് എൻ കോസ് തീറ്റ എൻ സൈൻ തീറ്റ. ഫ്രിക്ഷൻ റോഡിലുണ്ടാവും. ഫ്രിക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഫ്രിക്ഷനും ഇൻക്ലൈൻഡ് ആണ്. എർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് കമ്പൗണ്ട് ആക്കി മാറ്റി, അതിന് റൈറ്റ് ആംഗിൾ ഇട്ടു. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, അപ്പോൾ ഇതും ഇങ്ങോട്ടായിരിക്കണം, ഇങ്ങോട്ടായിരിക്കണം. എഫ് ആർ കോസ് തീറ്റ എഫ് ആർ സൈൻ തീറ്റ. അപ്പോൾ ഈ ഫിഗറിലൂടെ മനസ്സിലായി സെൻട്രലിലേക്ക് ആക്ട് ചെയ്യുന്ന രണ്ട് പേരാണ്. ആരൊക്കെ? എൻ കോസ് തീറ്റ സെൻട്രലിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, എഫ് ആർ കോസ് എൻ സൈൻ തീറ്റ സെൻട്രലിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, എഫ് ആർ കോസ് തീറ്റ സെൻട്രലിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് പേരാണ് അതിനെ റൗണ്ട് അടിപ്പിക്കുന്നത്. സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് പേരാണെന്ന് മനസ്സിലായി. അപ്പോൾ ആരൊക്കെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ലാണ്. ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എൻ സൈൻ തീറ്റയും എഫ് ആർ കോസ് തീറ്റയാണ് മനസ്സിലായി. സോ എൻ സൈൻ തീറ്റ പ്ലസ് എഫ് ആർ കോസ് തീറ്റ ഫ്രിക്ഷൻ ആണ്, പ്രൊവൈഡ്സ് നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. So n sin theta plus fr cos theta is equal to mv square by r. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് നമ്മുടെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, the various forces acting on the car on a banked road as shown in figure. The name of the force labeled N and F. The sum of the forces are
എന്താണ് n sin theta and fr cos theta provides necessary centripetal force. അപ്പോൾ ആ കാറിനെ റൗണ്ട് അടിപ്പിക്കുന്നത് രണ്ടുപേരാണ് ഇവിടെ മനസ്സിലായി. അപ്പോൾ സെൻറ്ററിലേക്ക് ചൂണ്ടുന്നത് ആരൊക്കെയാണ്? n sin തീറ്റയും fr cos തീറ്റയാണ് സെൻറ്ററിലേക്ക് ചൂണ്ടുന്നത്. ഈ രണ്ടുപേരാണ് സെൻറ്ററിലേക്ക് ഉള്ളത്. സോ n sin തീറ്റ പ്ലസ് fr cos തീറ്റ പ്രൊവൈഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഒരു പോയിന്റ് ഫ്രിക്ഷൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. n sin തീറ്റ പ്ലസ് ഫ്രിക്ഷൻ mu n cos theta is equal to mv square by r. n sin theta plus mu n cos theta is equal to mv square by r. ഫ്രിക്ഷൻ mu n ആണ്. ഇക്വേഷൻ നമ്പർ 1 നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് നമുക്ക് എപ്പോഴും അറിയാം ബാലൻസ്ഡ് ആവണമെങ്കിൽ അപ്വേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. അപ്പോൾ ഈ ഫിഗറിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. അപ്വേർഡ് ഫോഴ്സ് ഒരാളാണുള്ളത്, n cos theta ആണുള്ളത്. അപ്വേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു n cos theta ആൻഡ് ഡൗൺവേർഡ് ഫോഴ്സ് രണ്ടുപേരുണ്ട്, fr sin theta ഉണ്ട്, mg ഉണ്ട്. സോ ഡൗൺവേർഡ് fr sin theta mg പ്ലസ് fr sin theta. mg plus fr sin theta. n cos theta is equal to mg plus fr sin theta. അപ്പോൾ ഞാൻ അതിന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ദെൻ n cos theta മൈനസ് fr sin theta is equal to mg. ഫ്രിക്ഷൻ്റെ ഒരേ ഒരു ഇക്വേഷൻ mu n ആണ്. വീണ്ടും മാറ്റുന്നു. n cos theta മൈനസ് mu n sin theta is equal to mg. ഇക്വേഷൻ നമ്പർ 2. n cos theta minus mu n sin theta is equal to mg. ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ 1ഉം 2ഉം കൂടി ഡിവൈഡ് ചെയ്യും. 1ൻ്റെ LHS ഇതാണ് n sin theta പ്ലസ് mu n cos theta. 2ൻ്റെ LHS n cos theta മൈനസ് mu n sin theta ഈക്വൽ ടു RHS mv സ്ക്വയർ ബൈ r ഡിവൈഡഡ് ബൈ mg. mv സ്ക്വയർ ബൈ, അപ്പോൾ ഇതിൻ്റെ 1ൻ്റെ 2ൻ്റെ LHSും RHS നമ്മൾ ആഡ് ചെയ്തു, ഡിവൈഡ് ചെയ്തു 1/2. 1ൻ്റെ LHS n sin theta പ്ലസ് mu n cos theta ഡിവൈഡഡ് ബൈ 2ൻ്റെ LHS n cos theta മൈനസ് mu n sin theta. RHS mv സ്ക്വയർ ബൈ r ബൈ mg. ഓക്കെ, ഇവിടെ m ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ഞാൻ ഇതിലെല്ലാ ടേമിനെയും n cos theta കൊണ്ട് ഡിവൈഡ് ചെയ്തു. എല്ലാ ടേമിനെയും LHSൻ്റെ എല്ലാ ടേമിനെയും n cos theta കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ n sin theta by n cos theta പ്ലസ് mu n cos theta by n cos theta all divided by n cos theta by n cos theta minus mu n sin theta by n cos theta. That is equal to v square by rg. അപ്പോൾ എല്ലാ ടേമിനെയും ന്യൂമിനേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാ ടേമിനും ഞാൻ n cos theta കൊണ്ട് ഡിവൈഡ് ചെയ്തു. n sin theta by n cos theta, mu n cos theta by n cos theta, n cos theta by n cos theta minus mu n sin theta by n cos theta is equal to v square by rg. അപ്പോൾ ഇവിടെ n ക്യാൻസൽ ചെയ്തു പോയി. ഇവിടെ n ക്യാൻസൽ ചെയ്തു, cos theta ക്യാൻസൽ ചെയ്തു പോയി. ഇവിടെ n ക്യാൻസൽ ചെയ്തു, cos theta ക്യാൻസൽ ചെയ്തു പോയി. ഇവിടെ n ക്യാൻസൽ ചെയ്തു പോയി. ഇവിടെ ബാക്കിയുള്ളത് sin theta by cos theta ആണ്. അത് ഞാൻ ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് tan theta. tan theta പ്ലസ് ഇവിടെ ബാക്കി mu മാത്രമേ ഉള്ളൂ. tan theta പ്ലസ് mu ഡിവൈഡഡ് ബൈ ഇവിടെ 1 ഉള്ളൂ. 1 മൈനസ് ഇവിടെ ഒരു mu ഉണ്ട്, sin theta by cos theta ഉണ്ട്. ദാറ്റ് ഈസ് mu tan theta. That is equal to v square by rg. So tan theta plus mu divided by 1 minus mu tan theta is equal to v square by rg. V is the velocity of vehicle or radius of curvature of the road, and tan theta is the angle of banking, and mu is the coefficient of friction between rod and tire. So tan theta plus mu divided by 1 minus mu tan theta is equal to v square by rg. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ റോഡ്
ഔട്ടർ എഡ്ജ് റൈസ് ചെയ്തു, തീറ്റ ആംഗിൾ, ബോഡി ഓഫ് മാസ് എം ഇവിടെയുണ്ട്. ഇങ്ങോട്ട് എം ജി ആക്ട് ചെയ്യുന്നു. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ, ഇവിടെ നോർമൽ റിയാക്ഷൻ എൻ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എർത്തിൽ നിന്നും എത്രമാത്രം ഇൻക്ലൈൻഡ് ആണെന്ന് നോക്കേണ്ടത്. അപ്പോൾ എർത്തിൻ്റെ ആണ് നമ്മൾ റെഫറൻസ് പോയിന്റ്. എർത്തിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എം ജി എർത്തിന് പെർപെൻഡിക്കുലർ ആണ്. പക്ഷേ എൻ എർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻക്ലൈൻഡ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്നിനെ 2 കമ്പൗണ്ടായി നമ്മൾ റിസോൾവ് ചെയ്യുന്നു. ഈ ആംഗിൾ തീറ്റ is equal to ഈ ആംഗിൾ തീറ്റ. ദിസ് ഈസ് എൻ കോസ് തീറ്റ ആൻഡ് ദിസ് ഈസ് എൻ സൈൻ തീറ്റ. 2 കമ്പൗണ്ടായിട്ട് റിസോൾവ് ചെയ്തു, എൻ കോസ് തീറ്റ ആൻഡ് എൻ സൈൻ തീറ്റ. പിന്നീട് ഇവിടെ ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രിക്ഷൻ അതിന് 2 കമ്പൗണ്ടായിട്ട് നമ്മൾ റിസോൾവ് ചെയ്യുന്നു. ഇത് എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് എഫ് ആർ കോസ് തീറ്റ ആൻഡ് ദിസ് ഈസ് എഫ് ആർ സൈൻ തീറ്റ. എഫ് ആർ കോസ് തീറ്റ ആൻഡ് എഫ് ആർ സൈൻ തീറ്റ. ഫ്രിക്ഷൻ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ടു റിസോൾവ് ചെയ്തു. ഇതിൻ്റെ ഡാഷ് ഇങ്ങോട്ടാണ്, അപ്പോൾ ഇതും ഇങ്ങോട്ടായിരിക്കണം, ഇതും ഇങ്ങോട്ടായിരിക്കണം. എഫ് ആർ കോസ് തീറ്റ ആൻഡ് എഫ് ആർ സൈൻ തീറ്റ. അപ്പോൾ ഈ ഫിഗറിന് മനസ്സിലായി സെൻട്രലിലേക്ക് ആക്ട് ചെയ്യുന്ന 2 പേരാണ് എൻ സൈൻ തീറ്റ ആൻഡ് എഫ് ആർ കോസ് തീറ്റ. So n sin theta plus fr cos theta provides centripetal force. N sin theta plus fr cos theta is equal to mv square by r. That is n sin theta plus fr is mu n. So n sin theta plus mu n cos theta is equal to mv square by r. N sin theta plus mu n cos theta is equal to mv square by r. Equation number 1. That is n cos theta is equal to അടുത്തത് next one, upward force is equal to downward force. That is n cos theta is equal to mg plus fr sin theta. mg plus fr sin theta. So n cos theta minus fr sin theta is equal to mg. Okay. ഇനി ഞാൻ 2 സൈഡും എന്താണ്? ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡ് ബൈ 2. 1ൽ n cos sin theta plus mu n sin theta is equal to mv square by r. ഇതിൻ്റെ LHS n cos theta minus mu n sin theta is equal to mv square by r by mg. ഇനി ഞാൻ എല്ലാ ടേമിനെയും n cos theta കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിൻ്റെ എല്ലാ ടേമിനെയും n cos theta കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. n sin theta by n cos theta plus mu n cos theta by n cos theta divided by n cos theta by n cos theta minus mu n sin theta by n cos theta is equal to v square by rg. അപ്പോൾ ഇവിടെ n കട്ട് ചെയ്യുന്നു. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇവിടെ എല്ലാ ടേമും കട്ട് ചെയ്യുന്നു, അതുകൊണ്ട് പ്ലസ് മ്യൂ മാത്രമേ ബാക്കിയുള്ളൂ. പ്ലസ് മ്യൂ. ഇവിടെ എല്ലാ ടേമും കട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് ഇവിടെ മ്യൂ n ക്യാൻസൽ ചെയ്യുന്നു. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ഈക്വൽ ടാൻ തീറ്റ. 1 മൈനസ് മ്യൂ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി. നെക്സ്റ്റ് വൺ, പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മളിവിടെ ഒരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ ട്യൂബ് കൺസിഡർ ചെയ്യും. ഗ്രൗണ്ടിൽ നിന്നും ഈ എൻഡിൻ്റെ ഹൈറ്റ് h1 ആണ്. ഗ്രൗണ്ടിൽ നിന്നും ഇവിടുത്തെ ഹൈറ്റ് h2 ആണ്. ഒരു റഫറൻസ് ലൈനിൽ നിന്നും ഇവിടത്തേക്കുള്ള ഹൈറ്റ് h1, ഇവിടുള്ള ഹൈറ്റ് h2 ആണ്. അപ്പോൾ ഇവിടുന്ന് ലിക്വിഡ് മുകളിലേക്ക് പോകണം. ഈ പോയിന്റിലേക്ക് ലിക്വിഡ് മുകളിലേക്ക് ഫ്ലോ ചെയ്യണം. ഉറപ്പായിട്ട് നമുക്കറിയാം ഏതൊരു ഗ്യാസോ ലിക്വിഡ് മൂവ് ചെയ്യണമെങ്കിൽ ഹൈ പ്രഷറിൽ ലോ പ്രഷറിൽ മാത്രമേ മൂവ് ചെയ്യൂ. അപ്പോൾ ഇവിടെ ഹൈ പ്രഷർ ആയിരിക്കണം. ഇവിടെ ഞാൻ പ്രഷർ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ പ്രഷർ P2. അപ്പോൾ ഇവിടെ ആയിരിക്കണം ഹൈ. ഇവിടെ ഹൈ പ്രഷർ ആണെങ്കിൽ എനിക്ക് ലിക്വിഡ് മുകളിലേക്കാണ് ഫ്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ഷുവറായിട്ടും ഈ പോയിന്റിൽ ഹൈ പ്രഷർ ആയിരിക്കണം, ഇവിടെ ലോ പ്രഷർ ആയിരിക്കണം.
അപ്പോൾ ഇവിടെ ഹൈ P1 ആയിരിക്കണം, പ്രഷർ ഈസ് ഹൈ, ഇവിടെ ലോ P2 ആണ്. സോ P1 ഗ്രേറ്റർ ദാൻ P2 ആണ്. അപ്പോഴാണ് ലിക്വിഡ് മുകളിലേക്ക് ഫ്ലോ ചെയ്യുക. ഷുവർ ലിക്വിഡ് മുകളിലേക്ക് ഫ്ലോ ചെയ്യപ്പെടുമ്പോൾ ഇവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിൽ ഹൈ പ്രഷർ എന്നാണ് P1 മൈനസ് P2 ആണെങ്കിൽ വെലോസിറ്റി നേരെ തിരിയും, V1 ലെസ് ദാൻ V2 ആയിരിക്കും. അപ്പോൾ ഹൈ പ്രഷർ ആണെങ്കിൽ അവിടെ ലോ വെലോസിറ്റി V1 ആണ്, ഇവിടെ ലോ പ്രഷറിൽ വെലോസിറ്റി ഹൈ ആണ്, V2 ഹൈ ആണ്. ലോ പ്രഷറിൽ P2, ഹൈ പ്രഷറിൽ P1 ആണ്, ലോ പ്രഷർ വെലോസിറ്റി V1 ആൻഡ് ഇവിടെ ഹൈ ലോ പ്രഷർ വെലോസിറ്റി ഈസ് ഹൈ. അപ്പോൾ ഷുവറായിട്ടും ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യപ്പെടുന്നുണ്ട്. ഈ പോയിന്റിലേക്ക് ലിക്വിഡ് മൂവ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ അവിടെ വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യും. അപ്പോൾ ആര് കൊണ്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്? പ്രഷർ കൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം പ്രഷർ വർക്ക് ഡൺ ഡ്യൂ ടു പ്രഷർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, PV എന്ന് പഠിച്ചിട്ടുണ്ട്. വർക്ക് ഡൺ ഡ്യൂ ടു പ്രഷർ ഈസ് PV എന്ന് പഠിച്ചിട്ടുണ്ട്. PV ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ, PV ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. അപ്പോൾ ഇതിന്റെ പ്രിൻസിപ്പിൾ ഇതാണ്, വർക്ക് ഡൺ ഡ്യൂ ടു പ്രഷർ ഡിഫറൻസ് work done due to pressure difference provides change in kinetic energy plus change in potential energy. Work done due to pressure difference provides change in kinetic energy plus change in potential energy. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. പ്രഷർ ഡിഫറൻസ് കൊണ്ട് ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ച് വരും, അതുപോലെ ഇതിൻ്റെ ഹൈറ്റിനും ചേഞ്ച് വരുന്നുണ്ട്. Work done due to pressure difference provides change in kinetic energy plus change in potential energy. ഇതാണ് ബെർണോളിസ് തിയറത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. That is P1 minus P2 into V. പ്രഷർ ഡിഫറൻസ് കൊണ്ടുള്ള വർക്ക് ഡൺ ഞാൻ പറഞ്ഞിരുന്നു PV ആണ്. അപ്പോൾ ഓർമ്മിക്കണം വർക്ക് ഡൺ ഡ്യൂ ടു പ്രഷർ ഈസ് ഈക്വൽ ടു PV ആണ്. പക്ഷേ ഇവിടെ പ്രഷർ ഡിഫറൻസ് ആണ്. P1 minus P2 ആണ് ഹൈ, P1 minus P2 into V is equal to change in kinetic energy half m V2 square minus half m V1 square plus change in potential energy mgh2 minus mgh1. mgh2 minus mgh1. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രഷർ 1 ആണ് കൂടുതൽ, പക്ഷെ വെലോസിറ്റി 2 ആണ് കൂടുതൽ, ഹൈറ്റ് h2 ആണ് കൂടുതൽ. അപ്പോൾ ഇവിടെ 1 minus 2 ആണ്, ഇവിടെ 2 minus 1 ആണ്. സോ P1 minus P2 into V is equal to half mv2 square minus half mv square 1 square plus mgh2 minus mgh1. So P1 minus P2 into V is equal to half into m rho V ആണ്, rho V into V2 square minus half rho V into V1 square plus rho V into GH2 minus rho V into GH1. അപ്പോൾ എമ്മിനെ ഞാൻ റോ ബി ആക്കും. നിങ്ങൾക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ദ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം, ദെൻ മാസ് ഈസ് ഈക്വൽ ടു റോ ബി. അപ്പോൾ എമ്മിനെ പിടിച്ച് ഞാൻ റോ ബി ആക്കി മാറ്റി. ശ്രദ്ധിക്കണം, ഇത് ക്യാപിറ്റൽ വി ആണ്, വോളിയാണ് വി. അപ്പോൾ എല്ലാ ടേമിലും നോക്കുക വി ഉണ്ട്. അപ്പോൾ ഞാൻ എമ്മിനെ റോ ബി ആക്കി മാറ്റി, ഹാഫ് റോ ബി 2 സ്ക്വയർ മൈനസ് ഹാഫ് റോ ബി 1 സ്ക്വയർ പ്ലസ് റോ ബി h2 മൈനസ് റോ ബി h1. അപ്പോൾ എല്ലാ ടേമിലും വി ഉണ്ട്, ഞാൻ വി ക്യാൻസൽ ചെയ്ത് കളയുന്നു. അപ്പോൾ ഇക്വേഷൻ P1 മൈനസ് P2 is equal to half rho V2 square minus half rho V1 square plus rho g h2 minus rho g h1. rho g h2 minus rho g h1. കാരണം എല്ലാ ടേമിലും ബി ഉണ്ടാവുകൊണ്ട് ബി കട്ട് ചെയ്ത് പോയി. then P1 minus P2 is equal to half rho V2 square minus half rho V1 square plus rho g h2 minus rho g h1. ഇനി ഞാൻ ഇതൊരു മൈനസ് ഹാഫ് റോ ബി 1 സ്ക്വയർ ഉണ്ട്, ഇവിടെ മൈനസ് റോ ജി h1 ഉണ്ട്. ഇത് ഞാൻ ഈ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഈ മൈനസ് P2 അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ LHSലേക്ക് ഞാൻ മൈനസ് ഹാഫ് റോ ബി 1 സ്ക്വയറും റോ ജി h1 ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ദെൻ P1 പ്ലസ് ഹാഫ് റോ ബി 1 സ്ക്വയർ പ്ലസ് റോ ജി h1 ഈസ് ഈക്വൽ ടു മൈനസ് P2 RHSലേക്ക് മൂവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് P2 പ്ലസ് ഹാഫ് റോ V2 square plus rho g h2. So P1 plus half rho V1 square plus rho g h1 is equal to P2 plus
half rho p2 square plus rho g h2. ഇതാണ് നമ്മളെ പ്രിൻസിപ്പിൾ. ഓക്കെ ആണല്ലോ. ഞാൻ ഒന്നുകൂടെ പറയാം. എനിക്ക് ലിക്വിഡ് എങ്ങോട്ട് ഫ്ലോ ചെയ്യണം? ഒരു ഐഡിയൽ ഫ്ലൂയിഡ് ലോ പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യപ്പെടണം. അപ്പോൾ ഷുവറായിട്ടും എനിക്കൊരു പ്രഷർ ഡിഫറൻസ് കൊടുക്കണം. എപ്പോഴും ഗ്യാസും ലിക്വിഡ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ഹൈ പ്രഷർ പ്രൊവൈഡ് ചെയ്യണം, ഇവിടെ ഒരു ലോ പ്രഷർ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ലിക്വിഡ് എങ്ങോട്ട് മുകളിലേക്ക് മൂവ് ചെയ്യപ്പെടും. സോ വർക്ക് ഡൺ ഡ്യൂ ടു പ്രഷർ ഡിഫറൻസ്. ഈ പ്രഷർ ഡിഫറൻസ് കൊണ്ടുള്ള വർക്ക് ഡൺ ഇതിൻ്റെ ഹൈറ്റിന് പൊസിഷന് ചേഞ്ച് വരുത്തിക്കുന്നുണ്ട്, ഇതിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നുണ്ട്. സോ വർക്ക് ഡൺ ഡ്യൂ ടു പ്രഷർ ഡിഫറൻസ് പ്രൊവൈഡ്സ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആൻഡ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. വർക്ക് ഡൺ ഡ്യൂ ടു പ്രഷർ ഡിഫറൻസ് പ്രൊവൈഡ്സ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. That is work done due to pressure. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, that is P1 minus P2 into V. Work done due to pressure difference. P1 minus P2 into P. PV is equal to work done. So pressure difference P1 minus P2 into V is equal to, ഇവിടെ pressure P1 ആണ് high, P2 ആണ് low. So P1 minus P2 into V is equal to velocity high V2 ആണ്. അപ്പോൾ ഇവിടെ kinetic energy half mv2 square minus half mv1 square plus change in potential energy mgh2 minus mgh1. നമ്മൾ എല്ലാ എമ്മിനും പിടിച്ച് റോ വി ആക്കി മാറ്റുന്നു. സോ P1 minus P2 into V is equal to half rho v v2 square minus half rho v1 square plus rho v gh2 minus rho v gh1. അപ്പോൾ എല്ലാത്തിനും ബി കട്ട് ചെയ്ത് പോയി. ദെൻ P1 minus P2 is equal to half rho v2 square minus half rho v1 square plus rho gh2 minus rho gh1. 1 ഒരു സൈഡിലും 2 ഒരു സൈഡിലും കൊണ്ടുവന്നു. ദെൻ P1 plus half rho v1 square plus rho gh1 is equal to P2 plus half rho v2 square plus rho gh2. ബെർണോൾസ് തിയറം നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്. ബെർണോൾസ് തിയറത്തിൻ്റെ പോയിന്റ്സ് നമ്മളിവിടെ ചെയ്ത് തന്നെയാണ്. പ്രിൻസിപ്പിൾ ഓഫ് ബെർണോൾസ് തിയറം നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ബിലോ. ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദി കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം റിലേഷൻ. What is the length of the simple pendulum which ticks a second if value of acceleration due to gravity at the place is 9.8 meter per second square? ഇപ്പോൾ ഞാനിവിടെ പറയാം, ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ or ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ് ഇൻ SHM. അപ്പോൾ ഞാൻ പറയുന്നു ഡിസ്പ്ലേസ്മെന്റ് y is equal to a sin omega t. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതാണ് ഇതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് y is equal to a sin omega t. Then velocity time graph v is equal to a omega cos omega t. അങ്ങനെ തന്നെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ മാറും. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മിനിമത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വെലോസിറ്റി മാക്സിമത്തിൽ സ്റ്റാർട്ട് ചെയ്യും. വെലോസിറ്റി മാക്സിമം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ മിനിമത്തിലായിരിക്കും, പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എങ്കിൽ ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്കിൽ ഇതാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡലത്തെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ വെലോസിറ്റി മിനിമം പൊസിഷനിൽ മാക്സിമം ആയിരിക്കും എ ഒമേഗ ആയിരിക്കും. അപ്പോൾ ആക്സിലറേഷൻ അവിടെ 0 ആയിരിക്കും. എക്സ്ട്രീം പൊസിഷനിൽ y is equal to a, y മാക്സിമം ആവുന്നു a, then velocity is equal to 0, ആക്സിലറേഷൻ മൈനസ് എ ഒമേഗ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മിനിമം ആകുമ്പോൾ വെലോസിറ്റി മാക്സിമം ആവും, ആക്സിലറേഷൻ 0 ആവും. ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം വെലോസിറ്റി 0 ആവും, ആക്സിലറേഷൻ മൈനസ് എ ഒമേഗ സ്ക്വയർ മൈനസ് മാക്സിമം ആവും. അപ്പോൾ അതാണ് പോയിന്റ്. ഡിസ്പ്ലേസ്മെന്റ് മിനിമം ആകുമ്പോൾ വെലോസിറ്റി മാക്സിമം ആവും, വെലോസിറ്റി മാക്സിമം വീണ്ടും ആക്സിലറേഷൻ മൈനസ് ആവും. പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റ് ബേസ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് നേരെ ഓപ്പോസിറ്റ് ബേസ് ഇങ്ങനെ ആയിരിക്കും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇതാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇൻ SHM, ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ.
Explain with the diagram the normal modes of vibrations in the case of air in an open tube. ഒരു ഓപ്പൺ ട്യൂബിലൂടെ നമ്മൾ വൈബ്രേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു ഓപ്പൺ ട്യൂബ് ആണെങ്കിൽ എപ്പോഴും ആൻറ്റി നോഡിൽ തുടങ്ങി ആൻറ്റി നോഡിലാണ് എൻഡ് ചെയ്യുക. ഓപ്പൺ ട്യൂബ് ആൻറ്റി നോഡിൽ തുടങ്ങി വൈബ്രേഷൻ ആൻറ്റി നോഡിൽ അവസാനിക്കും. എങ്ങനെയുണ്ട്? എപ്പോഴും ആൻറ്റി നോഡിൽ തുടങ്ങി ആൻറ്റി നോഡിൽ അവസാനിക്കും. ഒരു സിംഗിൾ മോഡ് ഓഫ് വൈബ്രേഷൻ നടക്കണമെങ്കിൽ സിംഗിൾ മോഡ് ഓഫ് വൈബ്രേഷൻ നടക്കണമെങ്കിൽ എത്ര ലെങ്ത്തിൽ ട്യൂബ് വേണമെന്നാണ്. അപ്പോൾ നമുക്കറിയാം എപ്പോഴും ആൻറ്റി നോഡിൽ തുടങ്ങി ആൻറ്റി നോഡിൽ മാത്രമേ അവസാനിക്കൂ. അപ്പോൾ ഒരു സിംഗിൾ മോഡ് ഓഫ് വൈബ്രേഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത്ര ലെങ്ത്തിൽ ട്യൂബ് വേണം. ഒരു മിനിമം വൈബ്രേഷൻ നടക്കാൻ വേണ്ട ലെങ്ത് ഇതാണ്, മനസ്സിലായി? ഇതാണ് ലെങ്ത്. സോ ലെങ്ത് ഓഫ് ദി ട്യൂബ് ഈസ് ഈക്വൽ ടു λ/2. സൗണ്ടിൻ്റെ വേവ് ലെങ്ത് ലാംഡ ആണെങ്കിൽ λ/2 നിങ്ങൾക്കറിയാം. ഇതാണ് വേവ് ലെങ്ത് ലാംഡ. അപ്പോൾ ഷുവറായിട്ട് ഇത് λ/2 ആണ്. ഇത് λ/2 ആണ്, ഇത് λ/4 ആണ്, ഇത് λ/4 ആണ്. λ/4 പ്ലസ് λ/4 എത്രയാവും? λ/2 ആവും. സോ ലെങ്ത് ഓഫ് ദി ട്യൂബ് ഈസ് ഈക്വൽ ടു λ/2. Length of the tube is equal to λ/2. Then lambda is equal to 2L. Lambda is equal to 2L. Then velocity v is equal to nu lambda. Then nu is equal to v by lambda. That is nu is equal to v by 2L. Because lambda is equal to 2L. Lambda നമ്മൾ 2L കൊടുക്കുന്നു. Nu is equal to v by 2L. This is the fundamental frequency or first harmonic of the open pipe. This is the fundamental frequency. Nu is the fundamental frequency or first harmonic. Fundamental frequency or first harmonic. Next one, question number 23. A wheel starting from rest occurs an angular velocity of 10 radian per second in 2 seconds. The moment of inertia of the wheel is 0.4 kilogram meter square. Calculate the torque acting on it. So, torque is equal to I alpha. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് F is equal to ma. അപ്പോൾ ഇതിൻ്റെ ആംഗുലാർ വേർഷൻ ഇങ്ങനെ വരും. F ന് ടോർക്ക്, M ന് I alpha. So, torque is equal to I alpha. Then torque is equal to I into alpha omega by t. Angular acceleration, angular velocity by change in angular velocity by time. So alpha is equal to omega by t. So torque is equal to I into omega by t. That is torque tau is equal to I. Moment of inertia 0.4 into omega 10 radian per second. Time 2 seconds 10 by 2. That is equal to 0.4 into 5. That is equal to 2 Newton per 2 ton meter. So torque is equal to 2 Newton meter. Next one, state and prove the law of conservation of energy for a freely falling body. State and prove the law of conservation of energy for a freely falling body. ഒരു ബോഡി ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു എച്ച് ഹൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ടോട്ടൽ ഹൈറ്റ് ഈസ് എച്ച് ഹൈറ്റ്, ഗ്രൗണ്ടിൽ നിന്നും എച്ച് ഹൈറ്റിൽ ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യും. അപ്പം ഞാൻ ആദ്യത്തെ പൊസിഷൻ പറയുന്നു എ എന്നുള്ള പൊസിഷനാണ്. പിന്നെ ബോഡി ഇവിടെ എത്തുന്നു, ആഫ്റ്റർ ടി സെക്കൻഡ് ഇവിടെ എത്തുന്നു. ഈ പൊസിഷനിൽ അതിൻ്റെ പോയിന്റ് ബി ആണ്. പിന്നീട് ജസ്റ്റ് ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്നു, ആ പൊസിഷൻ സി ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഞാൻ കൺസിഡർ ചെയ്യുന്നു, ദിസ് ഡിസ്റ്റൻസ് ഈസ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഷുവറായിട്ടും എച്ച് മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ഈസ് എച്ച്. അപ്പോൾ 3 പൊസിഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യുന്നു, എ എന്നുള്ള പൊസിഷനിലും ബി എന്നുള്ള പൊസിഷനിലും സി എന്നുള്ള പൊസിഷനിലും നമ്മൾ എനർജി നോക്കുന്നു. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് മനസ്സിലാവും. എ എന്നുള്ള പോയിന്റ് അറ്റ് എ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. ഗ്രൗണ്ടിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഹൈറ്റ് ആണ് പൊട്ടൻഷ്യൽ എനർജി കൺസിഡർ ചെയ്യുക, ഫ്രം ഗ്രൗണ്ട് ടു ദാറ്റ് പോയിന്റ്. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh.
ആൻഡ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 0. കാരണം ബോഡി ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി 0 ആണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 0. സോ അറ്റ് എ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh ആൻഡ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 0. Therefore total energy is equal to mgh plus 0, that is equal to mgh. Equation number 1. Total energy, potential energy plus kinetic energy, that is equal to mgh plus 0, that is equal to mgh. അപ്പോൾ ഈ പോയിന്റിൽ ടോട്ടൽ എനർജി നമ്മൾ കണ്ടെത്തി mgh ആണ്. ഇനി ബി എന്നുള്ള പോയിന്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബി എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mg ഇൻറ്റു എച്ച് മൈനസ് എക്സ് ആണ്. ഗ്രൗണ്ടിൽ നിന്ന് ഇവിടത്തേക്കുള്ള ഹൈറ്റാണ് എപ്പോഴും പൊട്ടൻഷ്യൽ എനർജിക്ക് നോക്കേണ്ടത്. ഫ്രം എർത്ത് ടു ദാറ്റ് പോയിന്റ്. ഇപ്പോൾ എർത്ത് ഈ പോയിന്റിലേക്ക് എച്ച് ആണ്, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. ഈ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഗ്രൗണ്ടിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഹൈറ്റ് എച്ച് മൈനസ് എക്സ് ആണ്. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു mgh. ആൻഡ് കൈനറ്റിക് എനർജി നമുക്കറിയാം, ഇവിടുന്ന് എങ്ങോട്ട് നോക്കും. ഇൻ കേസ് ഓഫ് ഡെൻസിറ്റി ഡിസ്റ്റൻസ് mgx. ഇൻ കേസ് ഓഫ് ഡിസ്റ്റൻസ് കൈനറ്റിക് എനർജി ഈക്വൽ ടു mgx. കൈനറ്റിക് എനർജി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പൊസിഷനിലാണ് നോക്കുക. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് ഡിസ്റ്റൻസ് എക്സ് ആണ്. സോ കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസ് mgx ആണ്. ഹാഫ് mv സ്ക്വയർ mgx ആയി മാറും. അപ്പോൾ കൈനറ്റിക് എനർജി എപ്പോഴും മുകളിൽ നിന്ന് താഴേക്കുള്ള ഡിസ്റ്റൻസ് കൈനറ്റിക് എനർജിയും താഴെ നിന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഈ പോയിന്റിൽ ബി എന്നുള്ള പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി mg ഇൻറ്റു എച്ച് മൈനസ് എക്സ് ആണ്. കൈനറ്റിക് എനർജി mgx ആണ്. Therefore total energy is equal to potential energy plus kinetic energy. So total energy is equal to mg into h minus x plus mgx. That is total energy is equal to mgh minus mgx plus mgx. mgx cancel ചെയ്തു. Total energy is equal to mgh. Equation number 2. ഇനി നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുന്നു ഗ്രൗണ്ടിൽ. ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം 0 ആണ്. ഗ്രൗണ്ടിൽ നിന്ന് അങ്ങോട്ട് ഹൈറ്റ് ഇല്ല. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, കൈനറ്റിക് എനർജി എപ്പോഴും മുകളിൽ നിന്ന് താഴേക്കുള്ള ഹൈറ്റാണ് നോക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു mgh. അപ്പോൾ മുകളിൽ നിന്ന് ഇവിടത്തേക്കുള്ള ഹൈറ്റ് h ആണ്. കൈനറ്റിക് എനർജി mgh ആയി മാറി. പൊട്ടൻഷ്യൽ എനർജി ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് നോക്കേണ്ടത്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ടോട്ടൽ എനർജി അഗെയിൻ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഈക്വൽ ടു mgh പ്ലസ് 0 plus mgh, that is equal to mgh. Equation number 3. From 1 to 3 total energy remains constant. 3 പോയിന്റ് മനസ്സിലായി. ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ കൺസർവേഷൻ എനർജി പ്രൂവ് ചെയ്തു. ഫ്രം 1 to 3 ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞു ഈ പോയിന്റിൽ ഇവിടുന്ന് ഇവിടുത്തെ ഹൈറ്റ് mgh ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. കൈനറ്റിക് എനർജി 0. ഈ പോയിന്റിൽ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഗ്രൗണ്ടിൽ നിന്ന് ഇവിടത്തേക്ക് ഹൈറ്റ് mg ഇൻറ്റു എച്ച് മൈനസ് എക്സ് ആണ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ഇവിടുന്ന് ഇവിടത്തേക്ക് ഹൈറ്റ് ആണ് mgx ആണ്. ഈ പോയിന്റിൽ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. കൈനറ്റിക് എനർജി mgh ആണ്. സോ ടോട്ടൽ എനർജി 0 പ്ലസ് mgh, ദാറ്റ് ഈസ് ഈക്വൽ ടു mgh. ഫ്രം 1 to 3 ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. നമ്മൾ പ്രൂവ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 25. A cricket ball is thrown at a speed of 28 meters per second in a direction 30 degrees above the horizontal. The value of acceleration due to gravity at the place is 9.8. Calculate the time of flight. So time of flight നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. Time of flight is equal to 2u sin theta by g. T is equal to 2u sin theta by g. That is T is equal to 2 into 28 into sin 30 divided by 9.8. That is equal to T is equal to 2 into 28 into 1 by 2 divided by 9.8. 2 cut ചെയ്തു. Time of flight is equal to 28 divided by 9.8 second. മറ്റൊന്ന് കാണാൻ പറഞ്ഞത് horizontal range. Horizontal range R is equal to u square sin 2 theta by g. That is equal to 28 square into sin 2 into 30 divided by 9.8. Therefore range is equal to 28 square into sin 60 divided by 9.8. That is equal to 28 square into root 3 by 2 divided by 9.8. We calculate ഇതാണ് range. 3 meter ആണ് range.
Question number 26. A lorry and car moving with the same kinetic energy and stopped by applying brakes. Stopped by applying brakes, which provides the same retardation. Which of them will come to rest in a shorter distance? Explain. A lorry and car moving with the same kinetic energy stopped applying brakes, which provides the same retardation. Which of them will come to rest in the shorter distance? So kinetic energy is equal to force into displacement. Work done. Work done is equal to kinetic energy. So work done is equal to force into displacement. That is equal to kinetic energy. F into D is equal to kinetic energy. Work done is equal to kinetic energy. So lorry and car moving with the same kinetic energy. But രണ്ടുപേരും kinetic energy same ആണ്. Kinetic energy remains constant. And stopped by applying brakes, which provide same retardation. അപ്പോൾ രണ്ടിനും പ്രൊവൈഡ് ചെയ്യുന്ന സെയിം റിട്ടാർഡിംഗ് ഫോഴ്സ് ആണ്. എഫും സെയിം ആണ്. So F and K are constant, therefore D is equal to a constant. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. Stopping distance remains constant. So which of the following come to rest in the shorter distance? അപ്പോൾ രണ്ടിൻ്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ഡിസ്റ്റൻസിലാണ് രണ്ടും എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യപ്പെടും. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇവിടെ സെയിം ആണ്. D is constant. Work done is equal to kinetic energy. Work done is equal to force into displacement is equal to kinetic energy. Same retarding force ആണ്. Same kinetic energy ആണ്. ഫോഴ്സും കോൺസ്റ്റന്റ് ആണ്. kinetic energy ഫോഴ്സ് ആണ് കോൺസ്റ്റന്റ് ആണ്. Therefore stopping distance is equal to constant. The same stopping distance. B. If the kinetic energy of body is doubled, what is the percentage of change in its linear momentum? Change in percentage ആണ് കാണേണ്ടത്. Then relation between kinetic energy and momentum. Kinetic energy is equal to P square by 2m. So kinetic energy proportional to P square. Then P proportional to root K. നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. പോസിറ്റീവ് ചേഞ്ച് ഇൻ മൊമെന്റ് ആണ് കണ്ടെത്തേണ്ടത്. സോ ഡെൽറ്റ P by P, that is equal to root delta KE divided by KE. Root change in kinetic energy. അപ്പോൾ kinetic energy ഡബിൾ ചെയ്യുമ്പോൾ റൂട്ട് ചേഞ്ച് ഇൻ kinetic energy √2 minus 1 divided by change in kinetic energy 1. That is equal to 1.41 minus 1 divided by 1. That is equal to 0.41. So percentage of change in momentum is equal to 0.41 into 100. That is equal to 41%. Question number 27. A ball is thrown vertically upward with a velocity 20 meter per second for the top of a building. The height of the point from where the ball is thrown is 25 meters from the ground. How high will the ball rise? How long will it be before the ball hit the ground? Draw the velocity time graph for free fall. അപ്പോൾ ആദ്യത്തെ കേസ് ഇതാണ്. ബോൾ thrown vertically up with a velocity 20 meters per second from the top of a building. അപ്പോൾ ഇവിടുന്ന് ഒരു സ്റ്റോൺ projected with the velocity u 20 meters per second top of the building. The ball is point from the where the thrown is 25 meters from the ground. ബോൾ എറിഞ്ഞത് 25 മീറ്റർ ഫ്രം ദി ഗ്രൗണ്ട് എന്നാണ്. ഇപ്പോൾ ഹൈറ്റ് ഓഫ് ദി ടവർ 25 ആണ്. വെലോസിറ്റി നമ്മൾ കൊടുത്തത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ യു 20 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു വെലോസിറ്റി പ്രൊജക്ട് ചെയ്തപ്പോൾ എത്ര ഹൈറ്റ് വരെ അത് പോകുന്നു ചോദിക്കുന്നു. അപ്പോൾ ഹൈറ്റ് വരെ ചോദിക്കുമ്പോൾ ഈ ഹൈറ്റ് ഞാൻ കണ്ടെത്തുന്നു. എത്ര ഹൈറ്റ് വരെ പോകുന്നു പറയുമ്പോൾ ഇപ്പോൾ ഒരു ബോഡി പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്പ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gs. മുകളിലേക്ക് എറിയുന്നത് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർ മാക്സിമൈഡ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh. ദെൻ 2gh ഈസ് ഈക്വൽ ടു യു സ്ക്വയർ, ദെൻ h ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g. ഈ ഹൈറ്റ് നമ്മൾ കണ്ടെത്തി, മാക്സിമം ഈ ഹൈറ്റ് നമ്മൾ കണ്ടെത്തുന്നു. ദിസ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g. അല്ലെ, ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്പ്, മാക്സിമം ഹൈറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 സ്ക്വയർ ബൈ 2 ഇൻറ്റു, ഞാൻ g 10 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, 20 സ്ക്വയർ ബൈ 2 ഇൻറ്റു 10.
that is equal to 20 square by 20, that is equal to 20 meter. ഇത് ട്രാവൽ ചെയ്ത ഹൈറ്റ്, അതായത് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള ഹൈറ്റ് 20 മീറ്റർ ആണ്. സോ ടോട്ടൽ ഹൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട്, total height from ground is equal to 25 plus 2, 45 meter. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് 45 മീറ്റർ ഹൈറ്റിൽ ഉണ്ടാവും. ഒരു ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്പ്, then maximum height is equal to u square by 2g, that is equal to 20 meter. അപ്പോൾ ഇത് മാക്സിമം എത്ര ഹൈറ്റ് വരെ 20 മീറ്റർ വരെ പോകുമെന്ന് പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത്, how long will it be before the ball hit the ground? ബോൾ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ അടുത്ത കേസാണ് പറയാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഒരു ബോഡി പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വീഴുന്നു. അപ്പോൾ യു വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്ത് ഈ ബോഡി താഴേക്ക് വീഴുമ്പോൾ അത് ഹൈറ്റ് ഓഫ് ദി ടവർ ഈസ് എച്ച്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മനസ്സിലാവും. ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എച്ച്. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. എസ് ഈസ് ഈക്വൽ ടു മൈനസ് യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് അതാണ് ഇനീഷ്യൽ പൊസിഷൻ, ഫൈനൽ പൊസിഷൻ അത് ഡൗൺവേർഡ് ആണ്, ജി ഡൗൺവേർഡ് ആണ്, പക്ഷേ വെലോസിറ്റി അപ്വേർഡ് ആണ്. ഒരു മോഷൻ അപ്പും ഡൗണും ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഞാൻ അപ്വേർഡ് ആക്ഷൻ യു അപ്വേർഡ് ആണ്, അത് മൈനസ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു മൈനസ് യു ടി പ്ലസ് ഹാഫ് എഡിച്ചു. അപ്പോൾ ഒരു ടവറിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്തിട്ട് ഗ്രൗണ്ടിൽ വീഴുന്നുണ്ടെങ്കിൽ അതേ പോയിന്റിലല്ല വീഴുന്നത്, ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്ത് ഇവിടെയാണ് വീഴുന്നതെങ്കിൽ ഇക്വേഷൻ ഇതാണ്, എസ് ഈസ് ഈക്വൽ ടു മൈനസ് യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. സോ എസ് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. എച്ച് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ടവർ ക്വസ്റ്റ്യൻ തന്നിരുന്നു ഈസ് 25 മീറ്റർ. So 25 is equal to minus 20 into t plus half into 10 into t square. That is 25 is equal to minus 20t plus 5t square. 5 common ആയിട്ട് പോകും. Then 5 is equal to minus 40 plus t square. Minus 40 plus t square. That is t square minus 40 minus 5 is equal to 0. That is t minus 5 into t plus 1 is equal to 0. Therefore, t minus 5 is equal to 0. Therefore, t is equal to 5 seconds. അപ്പോൾ അതിൻ്റെ ടൈം 5 സെക്കൻഡ് ആയിരിക്കും. അടുത്താണ് പോയിന്റ്, ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ ദി ഫ്രീ ഫോൾ. അപ്പോൾ ഫ്രീ ഫോൾ ഒരു ബോഡി താഴേക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഒരു പരാബോള ആയിരിക്കും. താഴോട്ടാണ് നമ്മൾ ഡൗൺവേർഡിലാണ് ഗ്രാഫ് വരയ്ക്കുക. അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിൻ്റെ ആക്സലേഷൻ ടൈം ഗ്രാഫ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. എ ബോഡി ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്, ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ്, ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇതാണ് ആക്സലേഷൻ ടൈം ഗ്രാഫ്. എ ബോഡി ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്, displacement time graph and or position time graph, velocity time graph and acceleration time graph. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Question number 29. Earth satellite are objects which revolves around the earth. The time period of geostationary satellite is time period of the earth, that is equal to 24 hours. Derive an expression for time period of a satellite. Satellite in a time period നമ്മൾ calculate. Derive the expression for time period of the satellite. So time is equal to distance by velocity, that is 2 pi r by v. T is equal to 2 pi r by v. That is equal to 2 pi r by orbital velocity is equal to root gm by r. Orbital velocity is equal to root gm by r. So time period is equal to 2 pi r by root gm by r. That is t square is equal to 4 pi square r square by gm by r. ഞാൻ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി സ്ക്വയർ ചെയ്തു.
സ്ക്വയർ ചെയ്യുമ്പോൾ LHS സ്ക്വയർ ചെയ്യുമ്പോൾ T സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 പൈ സ്ക്വയർ R സ്ക്വയർ GM/R. R ടോപ്പിലേക്ക് വരുന്നു. ദെൻ T സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 പൈ സ്ക്വയർ R ക്യൂബ് ബൈ GM. This relation is between time period and radius. So T square proportional to R cube. Now we have Kepler's third law, T square proportional to R cube. So time period of the satellite is equal to 2 pi R by V, orbital velocity. So 2 pi R by V is equal to 2 pi R by root GM/R. That is T square is equal to 4 pi square R square by GM/R. Then T square is equal to 4 pi square R cube by GM. So T square proportional to R cube. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യുന്നു. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM possesses both potential energy and kinetic energy during the oscillation of the total energy remains constant if A is the amplitude of the oscillation of the particle. Show graphically the variation of potential energy and kinetic energy with the displacement. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാനൊരു പെൻഡുലം കൺസിഡർ ചെയ്യുന്നു. ഒരു പെൻഡുലം കൺസിഡർ ചെയ്യുമ്പോൾ അറ്റ് മീൻ പൊസിഷൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0 ആൻഡ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു half m omega square A square. At extreme position, potential energy is equal to maximum half m omega square A square and kinetic energy is equal to 0. അപ്പോൾ മീൻ പൊസിഷനിൽ ഞാനൊരു ഗ്രാഫ് ഡ്രോ ചെയ്യുന്ന സമയത്ത് മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. എക്സ്ട്രീം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. അതുപോലെ ലെഫ്റ്റ് എക്സ്ട്രീം പൊസിഷനിലും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി പ്രൊപ്പോർഷണൽ ടു A സ്ക്വയർ ആയതുകൊണ്ട് ഗ്രാഫ് ഒരു പരാബോള ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെ പരാബോളയായിട്ട് കൺസിഡർ ചെയ്യും. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഗ്രാഫ്. അപ്പോൾ കൈനറ്റിക് എനർജി നേരെ തിരിച്ചിട്ടാണ്. മീൻ പൊസിഷനിൽ മാക്സിമം ആണ്, എക്സ്ട്രീം പൊസിഷനിൽ 0 ആണ്. അങ്ങനെ വരുമ്പോൾ കൈനറ്റിക് എനർജിൻ്റെ ഗ്രാഫ് ഇതായിരിക്കും. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഗ്രാഫ് ആയിരിക്കും, ഇത് കൈനറ്റിക് എനർജിൻ്റെ ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ